കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽ ശാപം മുറിക്കൽ എന്ന് പറയുന്ന ദുരുപദേശം കൊണ്ടിറക്കിയത് ഈ പുള്ളിയാണ്. ശാപം മുറിക്കൽ എന്ന് പറയുന്ന ദുരുപദേശം. അപ്പം നിങ്ങൾ ചോദിക്കുക അതിനാ ദുരുപദേശം എന്ന് പറയാം. ശാപം മുറിക്കൽ എന്ന് പറയുന്ന ദുരുപദേശത്തിൽ ഇവർ മുറിക്കുന്നത് മനുഷ്യൻ്റെ ശാപമാണ്. ഇവർ പറയുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ശപിച്ചെന്നാണ്. ഒരു കൊച്ചു വാക്യം നിങ്ങൾക്ക് കാണിക്കാമോ? ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ശപിച്ചെന്നൊരു കൊച്ചു വാക്യം നിങ്ങൾക്ക് കാണിക്കാമോ? ശപിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ പുസ്തകത്തിൽ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടത് ഭൂമിയാ, കാരണക്കാരൻ മനുഷ്യനും. ഇത്രയുള്ളൂ വിഷയം. പിന്നെ ശപിച്ച ഒരാളെ അതിനകത്തുണ്ട് ഉൽപ്പത്തിയിൽ, പാമ്പിനെ. മനുഷ്യനെ ഉൽപ്പത്തി ശപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഏത് ശാപം ഇങ്ങനെ മുറിക്കുന്നേ? ഈ പക്ക ദുരുപദേശം ശാപം മുറിക്കൽ എന്ന് പറഞ്ഞ പരിപാടി കേരളത്തിൽ ഇറക്കി. കാര്യം എന്താ? ജനങ്ങളെ പേടിപ്പിച്ച്. കാരണം ശാപം ഉണ്ടെങ്കിലല്ലേ മുറിക്കാൻ ആൾ വേണ്ടു. ആൾ മുറിക്കാൻ വന്നെങ്കിലല്ലേ കല്ലും ചില്ലറ അങ്ങോട്ട് കിട്ടൂ. അതുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കി. ശാപം മുറിക്കുക എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം പുറത്തുള്ള ലക്ഷണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അകത്ത് നടക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് അകത്തുള്ളവർക്ക് പോലും ബോധമില്ലാത്തൊരു കാലമാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലം. അതുകൊണ്ട് ഈ സന്തോഷമൊക്കെ കുറഞ്ഞു വരുമ്പോൾ യഥാർത്ഥമായി രക്ഷാ അനുഭവം പ്രാപിച്ചവർക്ക് അറിയാം കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതിക്കലെത്തി നിൽക്കുകയാണ്. അധികം വൈകാതെ കാഹളം ധ്വനിക്കും, കർത്താവ് വരും. അപ്പോൾ നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് വിളിച്ചതിന് 9 ഉദ്ദേശമില്ലെന്നും ഒറ്റ ഉദ്ദേശമേ ഉള്ളെന്നും പറയുന്നു. എന്താ? നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. ആ നിത്യതയുടെ ദർശനം ഒരു കൂട്ടം പിതാക്കന്മാരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകിയപ്പോൾ അവര് ആ നിത്യതയുടെ ദർശനവും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുടുംബക്കാരെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, ബന്ധുക്കളെ വിട്ട്, സ്വന്തക്കാരെ വിട്ട്, കൊച്ചുങ്ങളുടെ കൈക്കം പിടിച്ചുകൊണ്ട് ഒരു കാലം പുസ്തകത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ ബസ് സ്റ്റോപ്പിൽ വന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് നിന്ന കാലം, ആരാധനയ്ക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാതെ കിലോമീറ്ററോളം നടന്ന കാലം, മക്കൾക്ക് കൊടുക്കാൻ വാട്ടുകപ്പ പോലും ഇല്ലാതെ യേശു അപ്പച്ചം തരും മക്കളെ എന്ന് പറഞ്ഞ് പ്രത്യാശയുടെ പാട്ടുപാടി കൊച്ചുങ്ങളെ ഉറക്കിയ കാലം, അതാ ഏലിയാവിൻ്റെ അടുക്കൽ കാക്ക അപ്പവും കൊണ്ടുവന്ന കഥയും പറഞ്ഞ് ജനാലയൊന്ന് തുറന്നിട്ട് ഇതിലെ കാക്ക വരുമെന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെ പറ്റിച്ച് ജനാലയെക്കൂടെ കാക്ക അപ്പവും കൊണ്ടുവരുന്നത് നോക്കി നോക്കി വിശന്ന് തളർന്നുറങ്ങിയ കുഞ്ഞുങ്ങളുടെ കാലം, സുവിശേഷ വിരോധികൾ മനുഷ്യന്റെ പച്ച മലം വാരി വായേലും ജുബായേലും ഒക്കെ എറിഞ്ഞിട്ട് ഓടടാ ഉപദേശിമാരെ എന്ന് പറഞ്ഞപ്പോൾ പച്ചമലവും ശരീരത്ത് പറ്റിച്ചുകൊണ്ട് കിലോമീറ്ററോളം നടന്ന് വീട്ടിനകത്ത് വന്ന് പാട്ടുപുസ്തകം എടുത്ത് തുറന്നു വെച്ച് ആശ്വാസത്തിനായി അടലേറും ജീവിതമരുവിൽ നീ തളർന്നു പോകരുത് സഹജയെന്ന് തന്നെത്താൻ പാടിക്കൊണ്ട് ഒരു കൂട്ടം പിതാക്കന്മാര് ചോരയും നീരും കൊടുത്ത് സ്ഥാപിച്ച പ്രസ്ഥാനമല്ല പെന്തക്കോസ്ത്, അനുഭവമാണ് പെന്തക്കോസ്ത്. ഹല്ലേലൂയ. ഇന്ന് അതൊന്നും പറയരുതെന്ന. ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്നത് ആളുകൾക്ക് വലിയ ബോറടിയാ. പിതാക്കന്മാർ അന്ന് കൊടുത്ത വിലയുടെ ഫലമാണ് ഇന്ന് നമ്മൾ ആനന്ദത്തോടെ ഇവരിന്ന് കൈകൊട്ടി പാടുന്ന ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതേ വില ഇന്ന് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ അടുത്തൊരു തലമുറ ഈ പുസ്തകത്തിന് വേണ്ടി ഉണ്ടാകും. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്ന് പിതാക്കന്മാർ കൊടുത്ത വില ഇന്ന് കൊടുക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, അന്ന് പിതാക്കന്മാർ വലിച്ചെറിഞ്ഞതെല്ലാം പുതിയ തലമുറ കുനിഞ്ഞു പറക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു തലമുറ ഈ പുസ്തകം പിടിക്കാൻ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി നാം നിൽക്കുകയാണ്. അതുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചതിനും വേർതിരിച്ചതിനും 9 ഉദ്ദേശമില്ല, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കൽ നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. അതിനുവേണ്ടിയാ വിളിച്ചത്, രക്ഷയിലേക്ക് വിളിച്ചത്. ഇപ്പൊ ചിലർ പറയും, അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഈ പന്തലി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പെന്തിക്കോസി വന്നത്, അതിനാണല്ലോ സ്നാനം മുങ്ങാൻ പറഞ്ഞപ്പോൾ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലോട്ട് ഞങ്ങൾ ഇറങ്ങിയത്, പിന്നെന്തിനാ ഇതൊക്കെ ഞങ്ങളോട് വീണ്ടും പറയുന്നതെന്ന് ചില ആളുകൾ ചിന്തിക്കും. കുഞ്ഞേ, അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയതിനെല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകാനൊന്നും അല്ല യേശു വരുന്നത്. അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ 8 മടക്കി പോക്കറ്റി വെച്ചോ. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയതിനെ എല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ടുപോകാൻ അല്ല യേശു വരുന്നത്.
പിന്നെ ആരെ കൊണ്ടുപോകാനാ? പറയാം. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെപ്പോലുള്ളവരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെപ്പോലുള്ളവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് അങ്ങ് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയാണല്ലോ. ആകയാൽ സഹോദരന്മാരെ, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് അപ്പൊ മഹത്വം പ്രാപിക്കണമെങ്കിൽ സഹോദരന്മാരായവരോടായി പറയുന്നത്, ആകാത്തവരോടല്ല. തെസ്സലോനിക്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അകത്തു വന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും പറയുക, നിങ്ങളെ ഇതിനകത്തോട്ട് വിളിച്ചു കയറ്റിയത് എന്തിനെന്നറിയാമോ? ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ, ഇതുവരെ കയറിയിട്ടില്ലാത്ത ചില വണ്ടിയിലേക്ക് നിന്നെ കയറ്റാൻ, ചില പുതിയ പ്രോജക്റ്റുകൾ നീ ഒപ്പിടാൻ പോവുക, ഒരു സൂപ്പർ മാർക്കറ്റ് നീ സ്ഥാപിക്കാൻ പോകുക. ഇതൊന്നും അല്ല നിന്നെ അകത്ത് കൊണ്ടുവന്നത്. നിന്നെ അകത്ത് കൊണ്ടുവന്നത് കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കാനാ. അങ്ങനെ ഒരു മഹത്വം നീ പ്രാപിക്കണമെങ്കിൽ ആകയാൽ സഹോദരന്മാരെ നിങ്ങൾക്ക് ഇവര് പറയട്ടെ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് പറ. ഈ കുറെ പേട്ട് പിള്ളേർ വന്നിട്ട് അടുത്തിരിക്കുന്നവരെ നോക്കി പല്ലിളിച്ച് മസില് വിടാൻ പറഞ്ഞ് കൈ പിടിച്ചു കുലുക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഒന്ന് ഉറക്കെ പറയാനേ പറഞ്ഞുള്ളൂ. എന്ത് ചെയ്യണം? മഹത്വം പ്രാപിക്കണം. എന്ത് ചെയ്യണം? വാതുറന്ന് പറ. ഉറച്ചു നിൽക്കണം. പാതി വഴിക്ക് ഇട്ടേച്ചു പോകുന്ന ഒരുത്തനും അക്കരയ്ക്ക് പോകത്തില്ല. അറിഞ്ഞ സത്യത്തിനു വേണ്ടി അന്ത്യത്തോളം ഉറച്ചു നിൽക്കുന്നവൻ മാത്രമേ കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കത്തുള്ളൂ. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പം പലരും ഉറച്ചു നിൽക്കാതെ പാതി വഴിക്ക് എന്ത് ചെയ്യുക? മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. നമ്മളാരും മാതൃഭവനത്തിൽ പോകാൻ ഇറങ്ങിയവരല്ല, പിതാവിൻ്റെ ഭവനത്തിൽ പോകാനാ. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. അമ്മയുടെ ഭവനത്തിൽ പോകുന്നവരൊക്കെ അങ്ങ് പൊക്കോട്ടെ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പാതി വഴിക്ക് ഇട്ടേച്ചു പോകുന്നവനല്ല മഹത്വം പ്രാപിക്കുന്നത്, അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവനാണ് കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കുന്നത്. പിന്നെ ഈ പകുതി വഴിക്ക് പോകുന്നവരെ കുറിച്ചാണ് ഇപ്പം പെന്തിക്കോസിനകത്ത് ചർച്ച മുഴുവൻ. ആമേൻ. ആകപ്പാടെ ബേജാറായി കിടക്കുക. അവര് പോകുന്നു, ഇവര് പോകുന്നില്ല, അവര് പോകുന്നു എന്നൊക്കെ. നമുക്കിതിലൊന്നും വലിയ ഭാരമൊന്നുമില്ല. കാരണം ഇതല്ല, ഇതിനപ്പുറം ഇതിനകത്ത് നടക്കും. ഇനിയും ചില ക്ഷുദ്രജീവികൾ പോകാനുണ്ട്. പോകട്ടെ എന്നാ എൻ്റെ പ്രാർത്ഥന. കാരണം എന്തെന്നറിയാമോ? 2014, 2015 കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രസംഗം കേട്ടവര്, അറിയാവുന്നവര്, വീഡിയോ കണ്ടവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അന്ന് ഇതുപോലുള്ള വേദികളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ്. ഇവിടെ ദുരുപദേശം തലപൊക്കുന്നുണ്ട്. പേര് സഹിതം വിളിച്ചു പറഞ്ഞു. ഓർമ്മയുണ്ടോ പലർക്കും? 2014, 2015, 2016 കിട്ടുന്ന വേദികളിൽ മുഴുവൻ പറഞ്ഞു, ഇവിടെ ദൈവജനത്തെ നശിപ്പിക്കാനായിട്ട് പുതിയ തലമുറ ദുരുപദേശങ്ങൾ വിതച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യുവന്മാരുടെ പേര് സഹിതം ഞാൻ അടുക്കടുക്കായി വിളിച്ചു പറഞ്ഞു. സജിത്ത് കണ്ണൂർ, ജോൺ ലോറൻസ്, രിജോ തോമസ്, ജെയിംസ് മേമന്, പിന്നി സ്റ്റീഫൻ, റൈസൻ തോമസ്, ബിജി അഞ്ചല്, തങ്കു താരു, PD ഏക്കല്, ലോറൻസ്, പിന്നെ അനി ജോർജ്, ടിനോ ജോർജ്, ഇവൻ്റെ എല്ലാം പേര് സഹിതം വിളിച്ചു പറഞ്ഞപ്പോൾ പിണങ്ങിപ്പോയ അണ്ണന്മാർ ഇതിനകത്ത് ചിലപ്പോൾ കാണും. ആമേൻ. അന്ന് ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നത്, എന്തിനാണ് പേര് പറയുന്നത്? അന്നും ഞാൻ പറഞ്ഞ മറുപടി ഉണ്ട്. ഈ കൊച്ചു കേരളക്കരയിൽ ഉപദേശത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് വേല ചെയ്യുന്ന ആയിരക്കണക്കിന് അഭിഷിക്തന്മാർ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അവരുടെ ആരുടെയും പേര് ഞങ്ങളുടെ നാവി വരുന്നില്ലല്ലോ. എന്തുകൊണ്ട്? എണ്ണപ്പെട്ട ചിലതിനെ പറയേണ്ടി വരുന്നു. ജനത്തെ വഞ്ചിക്കുന്നത് കൊണ്ട്, തെറ്റിക്കുന്നത് കൊണ്ട്, ഉപദേശം മാറ്റി പഠിപ്പിക്കുന്നത് കൊണ്ട്, ദുരുപദേശം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അവരുടെയൊക്കെ പേര് പറഞ്ഞു. പേര് പറയാൻ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചവരോട് ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ബോധ്യം വരുത്തി. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നു. ഒറ്റ പെന്തിക്കോസുകാരന് ബോധമില്ല നമ്മുടെ പ്രസംഗം എന്തുവാന്നു. എന്താ നമ്മുടെ പ്രസംഗം? പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, സത്യവചനം, പഥ്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക. അതാ നമ്മുടെ പ്രസംഗം. പഥ്യവചനത്തോടെ എതിർത്തവൻ ആര്? ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ. അവനെക്കുറിച്ച് പറയുകയാണ്, കർത്താവ് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത്, പകരം കൊടുക്കേണ്ട ജോലി നമ്മുടെയല്ല. അത് കർത്താവ് ചെയ്തോളും. നമ്മളാർക്കും പകരം കൊടുക്കാൻ നടക്കണ്ട. അത് ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ അടുത്ത വാചകം പൗലോസ് പറഞ്ഞു, കർത്താവ് അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും, നീയോ അവനെ സൂക്ഷിച്ചു കൊള്ളുക. ഇതാ ഞങ്ങൾ പറയുന്നത്. പകരം കൊടുക്കാൻ ഞങ്ങളാരുമല്ല. പക്ഷെ ദൈവസഭ ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം?
സൂക്ഷിച്ചോണം, വിട്ടൊഴിഞ്ഞോണം. ഇതാദ്യം മുതൽ പറയാൻ തുടങ്ങിയതാ. ഇനി ഒരു വാദത്തിന് വേണ്ടി സെൻട്രൽ പാസ്റ്റർക്ക് വിഷമം വന്നാലോ എന്ന് വിചാരിച്ചിട്ടെ പൗലോസ് പേര് പറയാതെ പിന്നെ തിമോത്തിയോസേ മകനെ, ലവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതാണ്, ലവന് കർത്താവ് കൊടുത്തോളും, നീ ലവനെ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞെങ്കിലോ ആരെയാന്ന് വെച്ചാടോ ഈ സൂക്ഷിക്കുന്നത്? അപ്പോ ഇന്ന വ്യക്തി ദുരുപദേശകനാണെന്ന് ദൈവസഭയെ ബോധ്യപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവരെ സഭയ്ക്ക് അകറ്റി നിർത്താൻ കഴിയത്തുള്ളൂ. ഇത് 2014 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാ. ഒരുത്തൻ്റെ തലയെ കയറിയില്ല. എന്നിട്ട് ഇപ്പൊ കിടന്ന് നിലവിളിക്കുക, യോ സജിത്ത് കത്തോലിക്ക പോയി. എന്നാ പണ്ടേ പറഞ്ഞില്ലയോ ഇതൊക്കെ? അപ്പൊ പിണങ്ങിപ്പോയവരുണ്ട്, ഇവരെ ഒന്നും വിളിക്കല്ല, കുറ്റം പറയാന്ന് പറഞ്ഞവരുണ്ട്. എന്നിട്ട് ഇപ്പൊ വിളിക്കുക, പക്ഷേ ഞങ്ങളുടെ ഏരിയ വന്ന് നിങ്ങളൊന്ന് പ്രസംഗിച്ചേ പറ്റുമെന്ന്. എന്നാത്തിന് നീ അനുഭവിക്കുക. അപ്പൊ ഇതല്ലേ അന്നേ പറഞ്ഞത്? ഇവിടെ സാധുക്കളായ അനേക ദൈവദാസന്മാര് ഈ പുസ്തകത്തിന് വേണ്ടി ഇന്നും തെരുക്കോണുകളിൽ നടന്ന് ട്രാക്ട് കൊടുക്കുന്നു, സുവിശേഷം പറയുന്നു. ഒരു സൈക്കിൾ പോലും ഇല്ലാതെ കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാര് ഈ കൊച്ചു കേരളക്കരയിൽ ഇന്നും ഉണ്ട്. എത്രയോ അഭിഷിക്തന്മാര് ആത്മാർത്ഥമായി കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. എന്താ അവരെ ഒന്നും കാണാത്തത്? അവരെ ഒന്നും പേരുകൾ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ഉടായ്പകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുന്നെങ്കിൽ നിങ്ങളല്ല ഈ ഉടായ്പന്മാരായതുകൊണ്ടാണ് വേദന തോന്നുന്നത്. കാരണം കള്ളുകുടിയനെ കുറിച്ച് പറഞ്ഞാൽ കുടിക്കുന്നവന് മാത്രമേ നെഞ്ചത്ത് വേദന വരൂ, അല്ലാത്തൊരുത്തനും വേദന വരത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞോണം. ഇനിയും ചിലതൊക്കെ കൊണ്ട് പോകാൻ ഇവനെയൊക്കെ അകറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഉള്ള കാര്യം പറയുക. സജിത്തൊക്കെ പെന്തിക്കോസി വരുമ്പോൾ എന്തോ ഇത് ലൈവ് ഉണ്ടായതുകൊണ്ട് ഇച്ചിരി കാര്യം തീർത്ത് പറയാം, പിന്നെ വിഷയത്തിലോട്ട് കയറാം. നാട്ടുകാർ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവനൊക്കെ പെന്തക്കോസിനകത്ത് സ്റ്റേജിലോട്ട് വരുമ്പോൾ എന്തോ ആയിരുന്നു ബാങ്ക് ബാലൻസ്. ഇത്രയും വർഷം പെന്തിക്കോസിനകത്ത് കച്ചവടം നടത്തിയിട്ട് തിരിച്ചുപോയി. ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ ബാലൻസായി. എവിടുന്ന് കിട്ടിയതാ? ഇതിനകത്ത് രോഗസൗഖ്യം വിറ്റതാ, ഇതിനകത്ത് പ്രവചനം വിറ്റതാ, ഇതിനകത്ത് സ്റ്റേജിൽ കിടന്ന് കച്ചവടം നടത്തിയതാ. മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും ചില മന്ദബുദ്ധികളുണ്ട്. അവരെ വിളിച്ചാൽ ആള് കൂടും. അതിപ്പോ ആള് കൂടണേ സരിതാ നായരെ വിളിച്ചാലും കൂടും കേരളം മൊത്തം. എന്നാ മിണ്ടാതെ? ആള് കൂടും. അപ്പൊ യൗമാർക്ക് ഉപദേശമല്ല വിഷയം, ആള് കൂടിയാലേ സഞ്ചിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സ്വോത്രകാഴ്ച കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ആളെ കൂട്ടാൻ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്പലത്തിൽ പോയി കിടന്ന് തുത്തുന്ന് പാടിയ സ്റ്റീഫൻ ദേവസി അവനെ ആത്മാവറക്കാൻ വിളിച്ചേക്ക ഒരു കൺവെൻഷന്. ഞാൻ ചോദിച്ചാൽ ഈ അവിടെ പോയി പാടുന്ന ഇവിടെ യാഗം കഴിച്ചു നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവനും തിരുവചനം കിടക്കുമ്പോൾ ഇവിടെ ഇവനെന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോൾ മറ്റേ പുള്ളി പറയുക അത് ആള് കൂടാനാണ്. അപ്പോൾ യവന്മാരുടെ ആത്മാർത്ഥത ദൈവവചനമാണോ? കൂടുന്ന ആളുകളുടെ സ്വോത്രകാഴ്ചയാണ് ഇവന്മാരുടെ ആഗ്രഹം. മനസ്സിലായി? ഇതിനൊന്നും കൂട്ടു നിൽക്കാനാണെങ്കിൽ ഞാനൊന്നും ഈ പുസ്തകം എടുത്ത് ഇങ്ങോട്ട് വരണ്ട. തട്ടിപ്പ് കാണിക്കാൻ പറ്റിയ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഇപ്പോൾ കള്ളന്മാരെ വിട്ട് വള്ളക്കാരെടുത്ത് വന്ന പോലെ നിൽക്കാൻ പറ്റൂ? അതുകൊണ്ട് സത്യമായിട്ട് എന്ത് ചെയ്യണം? പറയണം. അതുകൊണ്ട് ഇതിനൊക്കെ തിരിച്ചറിയണമെങ്കിൽ, ഇതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഇതിനൊക്കെ തുറച്ചു നിൽക്കണമെങ്കിൽ ദൈവവചനം എന്താണെന്ന് പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഇതൊക്കെ പഴയ കാലത്ത് അങ്ങനെയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്നും ഇന്നലെ ഞങ്ങൾ 2-3 പേര് ഷമീർ കൊല്ലും അനീഷ് കാവാലും ജോബി ടി അലക്സും ഒന്നും പറഞ്ഞു തുടങ്ങിയതല്ലേ. പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഉണ്ട്. ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചും ഒരു സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൽ ദുരുപദേശം നടന്നാൽ അടുത്ത ആഴ്ച അതേ ഗ്രൗണ്ടിൽ സ്റ്റേജ് കെട്ടി ഖനന പ്രസംഗം നടത്തിയാണ് സഭ വളർന്നത്. അറിയോ? അതുകൊണ്ട് ഇതൊക്കെ പുതുതായിട്ട് കേൾക്കുന്നതെന്നൊന്നും ആരും ചിന്തിക്കരുത്. ഒരു കാര്യം പറയാം, വായിച്ച വേദഭാഗത്തോട് ബന്ധത്തിലും തൊട്ടുപെട്ടതാ. ഇതിനകത്ത് ഉറച്ചു നിൽക്കണം. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. കഴുത്തറുത്ത് താഴെ ഇട്ടാലും ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം അഭിമാനത്തോടെ പറയുകയാണ്, അതെ ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, അതിലെനിക്ക് ഒട്ടും കുറച്ചിലില്ല. അഭിമാനത്തോടെ പറയുന്നു, ഒരു പെന്തക്കോസ്തുകാരനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉറച്ചു നിൽക്കണം. പിന്നെ ചിലർ പറയും, പാസ്റ്റർ എന്തെല്ലാം അത്ഭുതങ്ങളാ അവർ വന്നാൽ നടക്കുന്നതെന്ന്. അതാ ഇനി അടുത്തത്. ഇവിടെ കുഞ്ഞെ അത്ഭുതവും അടയാളവും നടക്കുന്നത് അന്ത്യകാലത്തെക്കുറിച്ച് പുതുമയാണോ? ഇപ്പൊ വായിച്ച കുറിവാക്യത്തിന്റെ മേലോട്ടൊന്ന് വായിച്ചേ. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ. മുമ്പോട്ട് വായിക്കാൻ പറഞ്ഞാൽ പുറകോട്ടല്ല, മേലോട്ട് എന്ന് പറഞ്ഞാൽ 9-ാം വാക്യം വായിര്. 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. തീർന്നില്ലേ?
നശിച്ചു പോകുന്നവർക്ക്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇതിലെന്താണ് അത്ഭുതപ്പെടാൻ? ഇവിടെ കുറെ വ്യാജ സൗഖ്യങ്ങളൊക്കെ ഇവർ നടത്തി. ഇതേ എത്ര തെളിവ് നിങ്ങൾക്ക് വേണം? ഇവിടെ ഇതിപ്പോൾ പൊതുവേദിയായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളൊരു സഭാ ഹാളിനകത്തൊരു മീറ്റിംഗ് വെച്ചിട്ട് വിളിക്കുക, ഒരു ലാപ്ടോപ്പ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി. ഇവന്മാർ കാണിക്കുന്ന എല്ലാ സൗഖ്യത്തിൻ്റെയും ട്രിക്കുകൾ, ടെക്നിക്കുകൾ, കള്ളത്തരം എന്താണെന്ന് വീഡിയോ സഹിതം ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. കയ്യിൽ വാക്കർ ഇരിക്കുന്ന ഒരുത്തൻ്റെ വാക്കർ എടുത്ത് കളയും. വാക്കറില്ലാതെ നീ നടക്കാൻ പോവാ യേശുവിൻ്റെ നാമത്തിൽ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു സംഘാടകൻ ഇടത്തെ കയ്യിലും മറ്റേ സംഘാടകൻ വലത്തെ കയ്യിൽ. ഇത് തന്നെയല്ലേ വാക്കറും ചെയ്തുകൊണ്ടിരുന്നത്. വാക്കർ മാറി സംഘാടകനായെന്നേ ഉള്ളൂ. ഇതുപോലെ വേറൊരു ചെറുക്കനെ സ്റ്റേജ് പിടിച്ച് കയറ്റിയിട്ട് നിന്റെ കണ്ണ് ബോൺ ബ്ലൈൻഡ്, ജന്മന അന്ധൻ, നിന്റെ കണ്ണ് ഇപ്പോൾ കാണാൻ പോവാ, ഈ ജന്മന നിനക്ക് ഇങ്ങനാണോ എന്ന്. ആ ചെറുക്കൻ ഇങ്ങനെയാന്ന്. നിന്റെ കൂടെ ആര് വന്നിട്ടുണ്ട്? ചെറുക്കൻ പറയാം അതുകൊണ്ട് അനിയത്തി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാ ജന്മന അന്ധനാകുന്നത്? പിടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ? നോക്ക്, ഇവിടെ ഇന്ന ഒരു പേരുള്ള സുരേഷ് ഇവിടെ എവിടെയോ ഉള്ളതായിട്ട് കർത്താവ് ദൈവാത്മാവ് കാണിക്കും. ഉണ്ടോ എടാ, ദൈവാത്മാവാണ് കാണിക്കുമെങ്കിൽ ദൈവാത്മാവിന് അറിഞ്ഞൂടെ ഉണ്ടോ എന്ന്. പിന്നെ ലേലം വിളിക്കേണ്ടതിന് ആവശ്യം എന്താ? അപ്പോൾ ഇതുപോലെ എന്തെല്ലാം പരിപാടി. ഇതൊക്കെ കേട്ട് ചുമ്മാ കൈയടിക്കാൻ കുറേ ആളുകളും വീട്ടിൽ നിന്നേ വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്ന കുറേ പെണ്ണുങ്ങളും. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഇതിനൊക്കെ നല്ല അടി കൊടുത്ത് വീട്ടിലിരുത്താൻ ആണുങ്ങൾക്ക് ഒക്കാത്തത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടി മെനക്കെട്ട് വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് അക്കരയ്ക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞു തരാം. ഒന്ന്, ഉറച്ചു നിൽക്കണം. എവിടെ ഉറച്ചു നിൽക്കണം? ഉറച്ചു നിൽക്കാൻ എന്ത് ചെയ്യണം? ആ ഭാഗം നിർത്തിക്കൊണ്ടായി എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളേക്ക് വായിക്കാം. വായിച്ചോ വേഗത്തിൽ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളും. അപ്പൊ മഹത്വം പ്രാപിക്കണം എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം എന്ത് ചെയ്യണം? സർവായുധ വർഗം എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കണക്റ്റഡാ. അപ്പോ കർത്താവിനോട് കൂടെ എടുക്കപ്പെടണമെങ്കിൽ അന്ത്യത്തോളം ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സർവായുധ വർഗം ധരിക്കണം. സർവായുധ വർഗം എന്താണെന്ന് താഴേക്ക് എഴുതിയിട്ടുണ്ട്, വായിച്ചു പോ. ഇപ്പം പറയാൻ സമയമില്ല, അതുകൊണ്ട് സർവായുധ വർഗം ധരിച്ചുകൊള്ളണം. സർവായുധ വർഗത്തെ കുറിച്ചൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ആ കുറിവാക്യത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഉറച്ചു നിന്നിട്ട് എന്ത് ചെയ്യണം? താഴോട്ട് വായിച്ചേ കുറിവാക്യം. നിങ്ങൾ ഉറച്ചു നിന്ന്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ഇന്ന് രാത്രി എല്ലാം ശ്രദ്ധ വെച്ച് കേട്ടോണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കൽ കർത്താവിനോട് കൂടെ മഹത്വം പ്രാപിക്കണമെങ്കിൽ വാക്കിനാലോ ലേഖനത്താലോ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട പ്രമാണത്തിൽ നിൽക്കണം. പിടികിട്ടുന്നുണ്ടോ? ദൈവസഭയ്ക്ക് വാക്കിനാലും ലേഖനത്താലും പ്രമാണം നൽകപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലച്ചൻ പറഞ്ഞു, ഈ വാക്കിനാൽ നൽകപ്പെട്ട പ്രമാണം എന്താണ്? വാക്കിനാൽ നൽകപ്പെട്ട പ്രമാണം അതിന് അച്ഛൻ പറയണം അതാണ് പാരമ്പര്യം എന്ന്. ലേഖനങ്ങളാൽ എഴുതപ്പെട്ട പ്രമാണം അതാണ് ബൈബിളെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പാരമ്പര്യവും എടുക്കും ബൈബിളും എടുക്കുന്നു. ശ്രദ്ധിക്കണം, വാക്കിനാലും ലേഖനത്താലും അപ്പോസ്തലന്മാർ ഉപദേശിച്ചു തന്ന പ്രമാണം എന്തെന്നറിയാൻ പാരമ്പര്യത്തിലൊന്നും പോകണ്ട. വാക്കിനാൽ ഉപദേശിച്ചു തന്ന പ്രമാണമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്. അവിടെയെല്ലാം വാക്കിനാലായിരുന്നു പ്രസംഗം. നിങ്ങൾ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതുപോലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. പിന്നെ പിന്നെയും പറഞ്ഞ എന്താണ്? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു, അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. ഇതൊക്കെ വാക്കിനാൽ പ്രസംഗിച്ചതാ ചരിത്രം. അത് കഴിഞ്ഞ് അവർ പ്രസംഗിച്ചിടത്തെല്ലാം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. ശ്രദ്ധിക്കണം, ആ ദൈവപ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും നടക്കും. ചിലർ പറയും നമ്മൾ ഈ അത്ഭുതങ്ങൾക്കൊക്കെ എതിരാണോ? അല്ലല്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തി എന്താണ്? അനന്യാണ്.
ഇപ്പൊ കർത്താവ് പറയൂ, കഴിഞ്ഞ ആഴ്ച വരെയൊക്കെ ഒക്കുവാരുന്നുണ്ടാവേ, ഇപ്പൊ പണ്ടത്തെ പോലൊന്നും നടക്കുന്നില്ല, വയസ്സായില്ലേ എന്ന് പറയുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവമുള്ള കാലത്തോളം ദൈവപ്രവൃത്തി ഉണ്ടാകും. അന്നെന്ന പോലെ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിക്കാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ച ആ ദൈവിക പ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും നടക്കും. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ നമ്മൾ പഠിക്കാത്ത ചില ടിസ്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ പിന്നാലെ പറയാം. അപ്പൊ ശ്രദ്ധിച്ചോണം, വാക്കിനാലും ലേഖനത്താലും ഉപദേശിച്ചു എന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. അതാണ് ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇപ്പൊ ഈ രക്ഷയ്ക്ക് വിളിച്ചത് ആരെയാ? ശിക്ഷയ്ക്കായി കാത്തുകിടന്നവരെ. ഏത് ശിക്ഷയ്ക്കായി? നരകത്തിന്റെ ശിക്ഷാവിധിക്കായി അടിമപ്പെട്ട് കിടന്ന ജനത്തെ കർത്താവായ യേശുക്രിസ്തു രക്ഷയ്ക്കായി വിളിക്കുകയാണ്. ഇന്നും നരകത്തിന്റെ ശിക്ഷാവിധിക്കായി ടിക്കറ്റ് എടുത്ത് കിടക്കുന്ന അനേക ആളുകളെ ഈ സുവിശേഷ ഘോഷണത്തിലൂടെ കർത്താവ് രക്ഷയ്ക്കായി വിളിക്കുകയാണ്. എന്തുകൊണ്ട് മനുഷ്യൻ നരകത്തിന് അധീനനായി? നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി. അനന്തരം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. വളരെ ശ്രദ്ധിക്കണം. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ദൈവം അതുവരെ പറയാത്തൊരു പദം മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അല്പസമയം സുവിശേഷത്തിലേക്ക് പോവുക, പുറത്തുള്ളവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാം. അപ്പൊ ശ്രദ്ധിച്ചോണം, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു സൃഷ്ടിയെ ഉലകത്തിലുള്ളൂ. അത് ഞാനും നിങ്ങളുമാണ്, മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അപ്പോൾ ദൈവം ഏത് മനുഷ്യനെ പോലെ ഇരിക്കും? ഉപദേശിയെ പോലെ കറുത്തിരിക്കുമോ, മറ്റേ ഉപദേശിയെ പോലെ വെളുത്തിരിക്കുമോ ദൈവം എന്ന് ചോദിച്ചാൽ, സാദൃശ്യം സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫോട്ടോസ്റ്റാറ്റായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെന്നല്ല. പിന്നെന്താ? മൃഗങ്ങൾക്കില്ലാത്തത്, പക്ഷിക്കില്ലാത്തത്, പറവജാതിക്കിടജാതിക്കൊന്നും ഇല്ലാത്ത ഒരു സാദൃശ്യം സ്വരൂപം സുട്ടാവായ ദൈവത്തിങ്കിൽ നിന്ന് സുട്ടിയായ മനുഷ്യനിലേക്ക് വന്നു. മനുഷ്യനെ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ പേരാണ് വിലപ്പെട്ട ആത്മാവ്. അതുകൊണ്ട് വേദപുസ്തകം ചോദിക്കുന്നു, മനുഷ്യ, നീ സർവ്വലോകം നേടിയാലും നിന്റെ ജീവനെ നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ചെങ്ങന്നൂർ മാവേലിക്കര മുഴുവൻ സ്വന്തം പേരിൽ എഴുതി വാങ്ങിയാലും ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന നീ നാളെ രാവിലെ കണ്ണു തുറന്നില്ലെങ്കിൽ നിനക്കെന്ത് പ്രയോജനം? അപ്പോൾ വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് മുഴുലോകത്തെക്കാളും വിലയുള്ള ആത്മാവ്, ഈ ആത്മാവ് ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നു എന്നതിൻ്റെ തെളിവാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, മനുഷ്യൻ മരിക്കുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരുന്നു. ആത്മാവോ അതിന് നൽകിയ സുട്ടാവിന്റെ അടുക്കലേക്ക് തിരികെ ചേരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദേശത്ത് കേൾക്കുന്ന മാന്യ സ്നേഹിതർ ശ്രദ്ധിക്കണം, വിലപ്പെട്ട ആത്മാവുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനിയും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് തമ്പുരാനൊരു വാചകം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഞങ്ങൾ ഉപദേശിമാർ പെന്തിക്കോസുകാരും കണ്ടുപിടിച്ച പരിപാടിയല്ല. ഇതൊക്കെ ലൈവ് ഉള്ളത് കൊണ്ട് എല്ലാവരും കേൾക്കാൻ പറയുക. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ശരിയല്ലെന്ന് ഞങ്ങൾ പെന്തിക്കോസുകാരും പറഞ്ഞുണ്ടാക്കിയ കഥയല്ല. പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം പറഞ്ഞു, മനുഷ്യ, നീ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവമാ പറഞ്ഞത്. എന്നാലും ചിലത് ഒറ്റയ്ക്കേ ജീവിക്കുമെന്ന് വാശി പിടിച്ചിട്ട് ഇപ്പം ചാനലിലും ചർച്ചയിലും വാർത്തയിലും ഒക്കെ നിറഞ്ഞിങ്ങനെ പ്രാങ്കോമാരൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മര്യാദയ്ക്ക് പെണ്ണ് കെട്ടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കൂല. ഇവിടെ പലതിനും ഒരെണ്ണം ഉണ്ടായിട്ടൊക്കുന്നില്ല, അപ്പോഴാ ഇനി ഒന്നില്ലാതെ ജീവിക്കുന്ന കാര്യം. അതുകൊണ്ട് മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവമാണ്. നോക്ക്, അതുകൊണ്ട് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉലക ചരിത്രത്തിൽ വിവാഹം സ്ഥാപിച്ച ദൈവം. അപ്പൊ കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല, പ്രശ്നമൊന്നുമില്ല. സന്തോഷത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നു. തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു. ആദം ഹവ്വ ദമ്പതികൾ കിഴക്കേതനിൽ തോട്ടമുണ്ടാക്കി, തോട്ടത്തിലാക്കി വെച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തോട് കൂടെ വസിച്ചു. ഒന്നിച്ചു മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ആദാമിനെ കുറിച്ച് ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്ന ഒരു പദമുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. ശ്രദ്ധിക്കാൻ പറയുകയാണ് ആ പദം, ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒന്നിച്ച് വസിക്കാനുള്ള പദവിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. പുത്രത്വം എന്ന പദവിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ആദാം ദൈവത്തിന്റെ മകൻ എന്ന പദം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുത്രത്വം എന്ന പദവിയിൽ മനുഷ്യൻ ദൈവത്തോട് ഒന്നിച്ചായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ ബൈബിളിനെ വിലയിരുത്തുന്നത് നിത്യത മുതൽ നിത്യത വരെ എന്നാണ്. നിത്യത മുതൽ നിത്യത വരെ. അപ്പൊ ചിലർ ചോദിക്കും, ഉൽപ്പത്തിയിൽ നിത്യതയുണ്ടോ? ഉണ്ടല്ലോ. എന്താണ്
അതാണ് നിത്യത. ആമേൻ. ദൈവത്തോട് ഒന്നിച്ച് വസിക്കുക, അതാണ് നിത്യത. ഇനി ദൈവകുഞ്ഞുങ്ങൾ പോകുന്നത് എന്തിനാ? നിത്യതയ്ക്ക് കർത്താവിനോട് ഒന്നിച്ച് വസിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിത്യത മുതൽ നിത്യത വരെ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒന്നിച്ച് വസിക്കുന്ന പുത്രത്വത്തിന്റെ പദവിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം വേറെ പ്രശ്നങ്ങളൊന്നും നാട്ടിലില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിൽ അടിയില്ല, കാരണം വേറെ മനുഷ്യരില്ല. ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, കാരണം വേറെ ദൈവം ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ പാടിയത്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. നമ്മൾ പാടട്ട, ഇവർ പാടുമെന്ന് ഞാൻ നോക്കിയതാ. ഇവർ പാടത്തില്ല, ഇവർക്ക് പേടിയാ. മനസ്സിലായി? ഇവരിപ്പോൾ പാടണമെങ്കിൽ ആമേൻ ജീവിത പങ്കാളിയും എൻ്റെ മക്കൾ എന്നാണെങ്കിൽ ഇപ്പം എല്ലാം ഏറ്റുപിടിച്ചേനെ. മനസ്സിലായോ? ആമേ ഏകസത്യ ദൈവമുള്ളെന്നൊക്കെ പാടുമ്പോൾ ചിലർക്ക് മുട്ട് പറയ്ക്കും. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, കൊണ്ടുവച്ചടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഉണ്ടോ? ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നുണ്ടോ? ചിലർ പ്രാർത്ഥിക്കുക വരേണ്ടിയില്ലായിരുന്നു. എന്തായാലും വന്നു പോയില്ലേ, അനുഭവിച്ചേച്ച് പോയാൽ മതി. കാര്യം ചിലരൊക്കെ പറയുന്നത് ഞങ്ങളോട് ഇച്ചിരി കട്ടി കുറയ്ക്കണമെന്നാണ്. ഒരു തരി കുറയ്ക്കുമെന്ന് ഒരുത്തനും പ്രതീക്ഷിക്കേണ്ട. അടുത്ത സ്റ്റേജിൽ ഇതിലും കട്ടി കൂട്ടിയടിക്കുന്ന രംഗമാണ്. മനസ്സുണ്ടെ വിളിച്ചാൽ മതി. ഇവിടെ അടുത്ത വേദി ഉണ്ടാക്കി ഇട്ടേച്ച് പോകാനല്ല ഇവിടെ വന്നത്, വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് കർത്താവിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? കേരളത്തിൽ കവലകളുള്ള കാലത്തോളം ഞങ്ങൾക്ക് പ്രസംഗത്തിനൊരു മുട്ടുമില്ല. ഇഷ്ടം പോലെ ഇനി കിടക്കുക പ്രസംഗിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ആ പഴയ കാലത്തൊക്കെ ഇങ്ങനെയാ ശക്തമായി മുഖപക്ഷമില്ലാതെ ദൈവവചനം സംസാരിക്കുന്നതായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടെന്ന് എഴുതിയേക്കുന്നത്? നിങ്ങൾ പറ. കുത്തുകൊണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചാൽ എന്തുകൊള്ളും? അല്ല, വേറെ ആത്മാവൊക്കെ പ്രസംഗിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്കിളിയൊക്കെ വരുമായിരിക്കും. പക്ഷെ പുസ്തകത്തിൽ പറയുന്ന ആത്മാവ് പ്രസംഗിച്ചാൽ എന്താ കൊള്ളുന്നത്? കുത്തുകൊള്ളും. അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നമുക്ക് ആ ആത്മാവ് ഒന്നും വേണ്ട. ഇപ്പം ചില കൺവെൻഷനൊക്കെ വന്നിട്ട് പെണ്ണുങ്ങൾ തിരിച്ച് വണ്ടി കയറി പോകുമ്പോൾ ഫോൺ വിളിച്ചിട്ട് പറയും, അയ്യോ ഇന്നൊന്ന് വരണമായിരുന്നടി, ചിരിച്ച്. അപ്പം ഇപ്പം കൺവെൻഷന് പോകുന്നത് എന്തിനാ? ചിരിക്കാൻ വേണ്ടിയോ 10 മണി വരെ ചിരിച്ച് ഊപ്പാട് വന്നെന്നാണ് പെണ്ണുങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവർ ചിരിക്കാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പ്രസംഗകരും എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങ് ചിരിപ്പിക്കാൻ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ വളിപ്പടിച്ച് ചിരിപ്പിച്ച് വല്ല കഥയുണ്ടോടൂ. ആമേൻ. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോ, ഇവിടെ ചിരിപ്പിക്കാനൊന്നുമല്ല വന്നത്, പറയേണ്ട കാര്യം പറഞ്ഞേച്ചേ പോകത്തുള്ളൂ. നോക്കേ നോക്ക്, ആദ്യത്തെ മനുഷ്യൻ ആദാം ഹവ്വ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒറ്റ ദൈവം, യഹോവയായ ദൈവം. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ് പിശാച്, അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പാമ്പിനെ തിരഞ്ഞെടുത്ത് തോട്ടത്തിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. തോട്ടത്തിലേക്ക് നുഴഞ്ഞു കയറി തോട്ടത്തിലിരിക്കുന്ന ഹവ്വാമ്മച്ചിയോട് വർത്താനം പറയാൻ വരികയാണ്. ശ്രദ്ധിച്ചോണം, സുവിശേഷമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പുട്ടിന് വീര പോലെ നിങ്ങൾക്കുള്ളതും വരും. ശ്രദ്ധിച്ച് കേട്ടോണം. നോക്ക്, മനുഷ്യൻ സൃഷ്ടാവായ ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ തെറ്റിച്ചു കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത് ഇരുട്ടിൻ്റെ ആത്മാവ് അവൻ എന്നും പ്രവർത്തിക്കാൻ ഓരോ ശരീരം വേണം. അതാ വേദവസം പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അവനിങ്ങനെ പണ്ട് ഒനിഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന മൊട്ടത്തലേനെ പോലെ കണ്ണും തള്ളി കൊമ്പം വെച്ച് പല്ലൂന്തി വരുന്നതെന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പിശാചിനെ കുറിച്ച് പഠിപ്പിക്കുന്ന എന്താ? ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്, ദുരാത്മാവ് അവനെ ബാധിച്ചിട്ട്, അശുദ്ധാത്മാവ് എന്നൊക്കെയാ. എല്ലായിടത്തും ആത്മാവ് ചേർത്താ പറയുന്ന കാര്യം എന്താ? അവനൊരാത്മാവാണ്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പക്ഷെ അവൻ എന്നും പ്രവർത്തിക്കാനായിട്ട് എന്ത് തിരഞ്ഞെടുക്കും? ചില ശരീരങ്ങൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പം മനുഷ്യനായാലും പുള്ളിക്ക് പണക്കമൊന്നുമില്ല, മൃഗമായാലും പണക്കമില്ല. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ടല്ലോ. ഉൽപ്പത്തിയിലെടുത്തത് പാമ്പിൻ്റെ ശരീരം അല്ലേ? ഗദർദേശത്തോ ഒരു മനുഷ്യൻ്റെ ശരീരം. അവിടുന്ന് പുറപ്പെട്ടപ്പോഴോ പന്നിയുടെ ശരീരം. ഇടയ്ക്ക് പത്രോസിൻ്റെ ശരീരത്തിലൊന്ന് കയറി വന്നപ്പോൾ യേശു പറഞ്ഞു, പോ സാത്താനൻ, ഇറങ്ങി അങ്ങ് പോയി. അതുപോലെ മക്കദോന്യയ്ക്ക് പോയ പൗലോസിൻ്റെ ശീലാസിൻ്റെയും പിറകി വന്നൊരു ചേച്ചി അല്ലേ? ആ ചേച്ചി ഓർമ്മയില്ലേ? ഒരു ചേച്ചി പൗലോസിന്റെ ശീലാസിന്റെ പിറകെ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഓ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാം. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പെന്തിക്കോസുകാരോട്, ഈ ചേച്ചിക്ക് പൗലോസിന് മുമ്പ് പരിചയമുണ്ടോ?
ഉണ്ടോ? അങ്ങനെ വല്ല എഴുതിയിട്ടുണ്ടോ? ഇല്ല. ശീലാസന പരിചയമുണ്ടോ? ഇല്ല. ഇവർ തമ്മിൽ നേരത്തെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ടിജോ തോമസ് ഒക്കെ ചെയ്യുന്ന പോലെ നാളെ ഞാൻ ഇങ്ങനെ പറയും, നീ അപ്പം ഇങ്ങനെ വീഴണം, അങ്ങനെ വല്ലോ? അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പക്ഷേ ഈ ചേച്ചി വിളിച്ചു പറഞ്ഞ ദൂതോ, അയ്യോ ഞെട്ടിപ്പോവും അല്ലേ? ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. സത്യമല്ലേ? രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാം. സത്യമല്ലേ? അയ്യോ നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഡേറ്റും മേടിച്ചേച്ചേ അമ്മാമ്മ ഇവിടത്തോളായിരുന്നു. എന്നിട്ട് ഫോണും വിളിക്കും, ഇടി ഇവിടെ ഒരു അമ്മാമ്മ വന്നിട്ടുണ്ട്, അയ്യോ ഞെട്ടിപ്പോകും, എന്നാ ദൂതാടി അടിക്കുന്നതെന്നൊക്കെ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അടിച്ചങ്ങ് കൊണ്ടുപോയി ടേ 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 എന്നും പറഞ്ഞ് പിന്നെ അമ്മാമ്മയ്ക്ക് വേദികളോട് വേദിയാണ്. കാര്യം എന്താ? നമുക്ക് ദൂത് കൃത്യമായാൽ മതി. അകത്തിരിക്കുന്നത് ദൂതനാണോ ഭൂതമാണോ എന്ന് നമുക്കറിയണ്ട. അറിയാനുള്ള ആത്മാവും നമ്മളീ പലർക്കും ഇല്ല. പിടികിട്ടുന്നുണ്ടോ? എന്നാൽ പൗലോസിലുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവാ, പേട്ടാത്മാവൊന്നുമല്ല. പരിശുദ്ധാത്മാവ് അകത്തിരിക്കുന്നവൻ അറിയാം ഇവൻ്റെ ദൂതൊക്കെ പക്കായ, പക്ഷെ അകത്തിരിക്കുന്നത് ദൂതനല്ല, ഭൂതമാ. പിടികിട്ടിയോ? ആമേൻ. അതുകൊണ്ട് ഈ ദൂത് കേൾക്കുന്ന എന്ത് കൃത്യമെന്നും പറഞ്ഞ് കണ്ണും തെള്ളിയൊന്നും നമ്മുടെ അടുത്തോട്ടൊന്നും വരരുത്. നിങ്ങൾ വേണമെങ്കിൽ കൈയടിച്ചോണം. ഇന്നാൾ കുറേ ചെറുക്കന്മാരൊരു വാട്സാപ്പ് മെസ്സേജ് കൊണ്ടുവന്ന്, ഭാഷണങ്ങൾ ഇതൊന്ന് നോക്ക്, എന്നാ കൊട്ടാരക്കര ടിൻറ്റുമോൻ പറഞ്ഞെന്ന് ഗണേഷ് കുമാർ ഇത്ര വോട്ടിന് ജയിക്കുമോ, അതുപോലെ ജയിച്ചില്ലേന്ന്. നമ്മൾ എനിക്കെന്നെ അതിനെനിക്കെന്ന് ഇവിടുത്തെ ഇലക്ഷനിൽ ആരൊക്കെ എത്ര സീറ്റ് നേടുമെന്ന് കൃത്യമായി ഫേസ്ബുക്കിലൂടെ പ്രവചിച്ച വിശ്വാസികൾ അല്ലാത്ത എത്ര ഉണ്ട്? സർക്കാർ വരെ അന്തിച്ചു പോയല്ലോ. അതിനിപ്പോൾ എനിക്കെന്നാ? പക്ഷെ റിസൾട്ട് നീ നോക്ക, ഇന്ന് വരെ രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, പിന്നെ ഗുണമുണ്ട്. അമ്പലത്തിൽ പോയ പുള്ളി രണ്ടാമതൊന്ന് കെട്ടി, ആശ്വാസം, കുടുംബമായല്ലോ. എന്നാടോ മിണ്ടാത്തേ? എന്നിട്ട് IPCയുടെ കൺവെൻഷന് ശാപം മുറിക്കുന്ന ടിനു ജോർജും കള്ളപ്രവചനം അടിക്കുന്ന അനി ജോർജും ഒക്കെയാണ് ഇപ്പോൾ IPCയുടെ കൺവെൻഷന്. നിന്നെയൊക്കെ ദൈവം നരകത്തിലിട്ട് വറുത്തു കോരിയില്ലെങ്കിൽ നീയൊക്കെ കണ്ടോണം. ദുരുപദേശകന്മാർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ അവനോട് കുശലം പോലും പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയാണെന്ന് പറയുമ്പോൾ അവനൊക്കെ വേദി ഒരുക്കി കൊടുക്കുന്ന ഉപദേശി എന്ന് പേരുള്ള സകല എണ്ണത്തെയും നരകത്തിലെ വറുതിയിലിട്ട് ദൈവം കോരുമെന്ന് ഇന്നിവിടെ കുറിച്ചിട്ടോണം. എന്നാ സ്വോത്രമൊക്കെ പോയേ? അല്ലെങ്കിൽ തന്നെ ഇവർ പോകത്തില്ലല്ലോ. കാരണം കസേരക്കടിക്കുന്ന ലൂസിഫറിൻ്റെ ആത്മാവല്ലേ അവൻ്റെ അകത്തിരിക്കുന്നത്. അന്നേരം എങ്ങനെ പോകും? സ്വോത്രം. അന്നേരം ആരാണ്ടൊക്കെ പറഞ്ഞതാ പാർഷ വിളിക്കല്ലോ എന്ന്. കേട്ടില്ല ഈ മനുഷ്യൻ. ഇനി കേട്ടോളൂ. അപ്പം ശ്രദ്ധിച്ചേ, ഇല്ലാത്ത വല്ലതും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലാത്ത വല്ലതും പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, ലൈവിലും ഉണ്ട്, തെളിയിക്കാം പിന്നാലെ. ശ്രദ്ധിച്ചോണം. അപ്പോൾ സുട്ടാവായ ദൈവത്തിങ്കിൽ നിന്നും സുട്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഇരുട്ടിൻ്റെ ആത്മാവ്. വളരെ ശ്രദ്ധിക്കണം ദൈവകുഞ്ഞുങ്ങൾ, ചില മർമ്മങ്ങൾ പറയാൻ പോവുകയാ. ഈ ഹവ്വ എന്ന് പറയുന്ന ഈ പെൺകുട്ടി തോട്ടത്തിലാണ്. ശ്രദ്ധിച്ചോണം. ഈ പാമ്പെന്ന് പറയുന്നത് ഏത് ജന്തുവാണെന്ന് അറിയാമോ? പുസ്തകത്തിൽ എഴുതിയേക്കുന്നു, ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പൊ പാമ്പ് ഏത് ജന്തുവാ? പറ. കൗശല ജന്തു. അത് പറ, ഉറക്കെ പറ. കാട്ടുജന്തു. ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലം വരുന്ന വചനം. അപ്പൊ പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും കാട്ടിലാണോ തോട്ടത്തിലാണോ? തോട്ടത്തിൽ. ഇപ്പൊ കാട്ടുജന്തു എവിടെ കയറി? തോട്ടത്തിൽ കയറി. അപ്പൊ എന്റെ ചോദ്യം, ഈ തോട്ടത്തിലാക്കി വെച്ച ഒരുത്തന് 2 ഡ്യൂട്ടി കൊടുത്തായിരുന്നല്ലോ. ആർക്കെ? ആദാമിന് 2 ഡ്യൂട്ടി എന്തുവായിരുന്നു? പറ. ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. അപ്പൊ എന്താ ഈ തോട്ടം? ഉത്തമഗീതം 4:12. എൻ്റെ കാന്ത കെട്ടിയടക്കപ്പെട്ട ഒരു തോട്ടം. ദൈവസഭയാകുന്ന തോട്ടത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ഇടയന് 2 ഉത്തരവാദിത്വമുണ്ട്. 1 വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. പിടികിട്ടിയോ? കാരണം അകത്ത് മണവാട്ടിയുണ്ട്. വഞ്ചിക്കപ്പെടാതിരിക്കാൻ, ആരും വന്ന് തെറ്റിക്കാതിരിക്കാൻ ഇടയൻ കാവൽക്കാരനായിരിക്കണം. വല്ലതും കയറുന്നുണ്ടോ തലേലെ? ആമേൻ. അപ്പൊ 1 തോട്ടത്തിൽ എന്ത് ചെയ്യണം? വേല ചെയ്യണം, 2 തോട്ടം കാക്കണം. അപ്പൊ ഇടയന്മാർ ഉപദേശിമാർ ഓർത്തോണം, കസേരക്കടിക്കാനല്ല, പിന്നെന്തിനാ? വേല ചെയ്യണം. മനസാക്ഷി തൊട്ട് പറ, ഇന്ന് ഏത് സഭയിലാ ഇടയന്മാരെ വേല ചെയ്യുന്നത്? നിങ്ങൾ പറ. എല്ലാവരെയും അല്ല, ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഉണ്ടെങ്കിൽ സ്വത്രം പറയണം, ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ബലി കടിച്ചാൽ പോരെ. പിടികിട്ടെ? എവിടാ ഇന്ന് വേലയല്ല, പിന്നെയോ ഇന്ന് എംപ്ലോയിയാണ് ഉപദേശിമാര്. എന്താ? ഒരു സഭയിൽ ചാർജ് എടുക്കുമ്പോൾ അവിടെ എത്ര ഉണ്ട്? 45 ഉണ്ട്.
അവൻ പുതുതായിട്ടൊന്ന് വന്നില്ലേലും കുഴപ്പമില്ല, ഉള്ളതിൽ നിന്ന് പോവുകയും ചെയ്യരുത്. 40 കൊണ്ട് 3 വർഷം ഇരിക്കണം, സ്വത്രാഴ്ച പഠിക്കണം, കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. 3 വർഷം കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. അടുത്തടുത്ത് 45 അല്ലേ അവൻ പോകില്ല. പിന്നെ അടിയായി, വഴക്കായി, പോലീസ് കേസായി, ആകെ നാറ്റമായി. ചിലത് 45 35 ഉള്ളെങ്കിലും പോകും. പക്ഷേ ഇവിടെ കിട്ടിയതിൽ 5000 രൂപ കൂടുതൽ അവിടെ എന്ത് ചെയ്യണം, കിട്ടണം. അങ്ങനെയാണെങ്കിൽ പോകും. ഇങ്ങനെ മാറി മാറി 3 കൊല്ലം നടക്കുമ്പോൾ പിള്ളേർ ഒരു കരയിലെത്തും. എന്നാ പ്രശ്നം? ആരാ അവിടെ വേല ചെയ്യുന്നത്? എന്താ നിങ്ങളാരും മിണ്ടാത്ത? നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. നിങ്ങളെല്ലാം ചർച്ചയിൽ പോകുന്നവരാണല്ലോ. എവിടാ വേല? ഇറങ്ങി 10 വീട് വിസിറ്റ് ചെയ്യാൻ, 10 ട്രാക്ട് കൊടുക്കാൻ, 10 ജംഗ്ഷനിൽ ഇറങ്ങി സുവിശേഷം പറയാൻ, 10 വീടിൻ്റെ മുറ്റത്ത് മുറ്റം കൺവെൻഷൻ നടത്താൻ. പിതാക്കന്മാരുടെ കാലത്ത് അവർ നടുവൊടിഞ്ഞ് വേല ചെയ്തുകൊണ്ടല്ലേ ദൈവസഭ വളർന്നത്? അല്ലേ? ആമേൻ. ഇതൊക്കെ നിങ്ങൾ പറ, ഇല്ലാത്തയാണോ ഈ പറയുന്നത്? ആമേൻ. അപ്പൊ 1, തോട്ടത്തിൽ വേല ചെയ്യണം, വിടുക. 2, തോട്ടം കാക്കണം. ഓരോ ശുശ്രൂഷകനും കാവൽക്കാരനായിരിക്കണം. മനസ്സിലായോ? കാട്ടിൽ കിടന്ന് കാട്ടിൽ ചെന്ന് തോട്ടത്തിൽ കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയൻ കാവൽക്കാരൻ എവിടെ പോയി? അപ്പൊ ചിലർ പറയും, പാസ്റ്ററെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ പുള്ളി വല്ല തൊഴിലുറപ്പിനെങ്ങാനും പോയ സമയത്തായിരിക്കും വന്നതെന്ന്. എടോ, അത് പാപം ചെയ്തതിന് ശേഷമല്ലേ പറഞ്ഞത്? അതിനു മുമ്പ് ദൈവമല്ലേ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ആ കാവൽ എന്ന് പറയുന്ന ആ ശുശ്രൂഷ കൃത്യമായിട്ടെങ്കിലും ഒന്ന് ചെയ്താൽ പോരെ? പറ്റിയില്ല. കാമൻ ഒരു ദൂതെന്ന് രാത്രി കൈമാറാം. കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുക്കളും തോട്ടത്തിൽ കയറും, മണവാട്ടിയെ വഞ്ചിക്കും. അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയുടെ കാവൽക്കാരൻ സ്ട്രോങ് ആകണം, ഡബിൾ സ്ട്രോങ് ആകണം. അതിന് വിശ്വാസി മൂക്കും മുഞ്ഞിയും കാണിച്ചിട്ട് കാര്യമില്ല. ഓരോ ഇടയന്മാരും സ്ട്രോങ് ആകണം. മനസ്സിലാവുന്നുണ്ടോ? അതാ പൗലോസ് പറഞ്ഞെന്താ? പ്രവൃത്തി 20:28, ഞാൻ പോയ ശേഷമോ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ആമേൻ. ആ വാചകം ഭയങ്കര ഇഷ്ടാ. പൗലോസിനെയൊക്കെ കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്ന വാചകമാ. എന്താ? ഞാൻ പോയ ശേഷം. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിനകത്ത് കയറ്റത്തില്ലെന്നല്ലേ? ഈ തീരുമാനം ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാരും എടുത്തിരുന്നെങ്കിൽ ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ഇത്രയധികം ദുരന്തം അനുഭവിക്കത്തില്ലായിരുന്നു. ഓരോ ലോക്കൽ സഭയിലെ പാസ്റ്റർമാർക്കും ഈ ആർജവം ഉണ്ടാകണം. ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം ആമേൻ വചനം വിട്ടൊരു കളി ഈ സഭയ്ക്കകത്ത് നടക്കത്തില്ല. ഞാൻ പോയിട്ട് നിങ്ങൾ ആരെ വിളിച്ച് തുള്ളിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തോ, പക്ഷെ ഞാൻ ഇവിടെ ചാർജ് ഇരിക്കുന്ന കാലത്തോളം ദൈവവചനം വിട്ട് പ്രമാണം വിട്ട് ആമേൻ പിതാക്കന്മാരുടെ അതിര് നീക്കുന്ന ഒരു പ്രവർത്തികളും ഇതിനകത്ത് സാധ്യമല്ലെന്ന് ഓരോ അഭിഷിക്തന്മാരും പറയാനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ലോകത്തിന്റെ നടുവിൽ ഇത്രയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? കാവൽക്കാരൻ സ്ട്രോങ് ആകണം. ആമേൻ. നോക്ക്, ആമേൻ. കാവൽക്കാരന്റെ ബലഹീനതയാകാം. ആമേൻ. അവൻ അകത്തോട്ട് നുഴഞ്ഞു കയറി ഔവാമ്മച്ചയോട് കൊച്ചു വർത്താനം, മണവാട്ടിയോട്. ഇനി അടുത്ത ചിന്ത പറയാൻ പോവാ, കേട്ടോണം. ഇത് പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ഒരുപോലുള്ള ദൂതാ പോകുന്നത്. ആമേൻ. മണവാട്ടിയോട്, ആമേൻ, ഔവാമ്മച്ചയോട് അടുത്ത് വന്നു, കൊച്ചു വർത്താനമൊക്കെ തുടങ്ങി. ആമേൻ. അവൻ പിശാച് ഹവ്വായെ വഞ്ചിച്ചതിന് പുതിയ നിയമസഭയിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം സർപ്പം ഹവ്വയെ ഉപായത്ത. അപ്പോൾ പുതിയ നിയമസഭയെ തകർക്കുവാനും ആ പഴയ പിശാച് ഇന്നും ആ തോട്ടത്തിലെ ഉപായം തന്നെയാണ് പുതിയ നിയമസഭയും തകർക്കാൻ ഉപയോഗിക്കുന്നതെന്ന മുന്നറിയിപ്പാണ് പുതിയ നിയമസഭയ്ക്ക് പൗലോസ് കൊടുക്കുന്നത്. തലേ കയറുന്നുണ്ടോ? അങ്ങ് ഏതനീ നടന്ന വിഷയം പൗലോസ് പുതിയ നിയമസഭയോട് പറയുക, കൊരിന്ത്യർ സഭയോട്. എന്താ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അത് പണ്ടത്തെ കാര്യമല്ലേ? പക്ഷെ അടുത്ത വാക്കെന്താ? നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അന്ന് അവിടെ പ്രയോഗിച്ച അതേ ഉപായം കൊണ്ട് തന്നെ അവൻ നിങ്ങളെ ചതിക്കുമോ? ഇതല്ലേ അതിന്റെ അർത്ഥം? ഇതല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ അന്ന് അവിടെ പ്രയോഗിച്ച അതേ ഉപായം പുതിയ നിയമസഭയും തകർക്കാൻ അവൻ പ്രയോഗിക്കും എന്നല്ലേ പൗലോസിന്റെ ഭയം? അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അന്നത്തെ ഉപായം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പിടിവിടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് അന്നത്തെ ഉപായം? പറഞ്ഞു തരാം, അടുക്കടുക്കായി പറഞ്ഞുതരാം, കേട്ടോണം. അവന്റെ ഒന്നാമത്തെ ഉപായം എന്തായിരുന്നു? ദൈവമായ കർത്താവ് മനുഷ്യനോട് അരുത് എന്ന് പറഞ്ഞു വെച്ചിട്ട് പോയ വിഷയത്തിന്റെ അറ്റത്ത് ഒരു ചൂണ്ടക്കുളത്തിടുകയാണ് അവന്റെ ഒന്നാമത്തെ ഉപായം. എന്താ ചൂണ്ടക്കുളത്ത്? എന്താ ചൂണ്ടക്കുളത്ത്? അതാണ് അവന്റെ ഒന്നാമത്തെ ഉപായം. തമ്പുരാൻ നമ്മളോട് ഈ പ്രമാണത്തിൽ അരുത് എന്ന് ഓൾറെഡി സ്ഥാപിച്ചു വച്ചിരിക്കുന്ന കാര്യത്തിന്റെ അറ്റത്ത് ചൂണ്ടക്കൊളുത്ത് വിട്ടുകൊണ്ട് ഒരുത്തൻ സംസാരിക്കാൻ വന്നാൽ അവന്റെ മുൻപിൽ ഇരിക്ക പോലും അരുത്, അത് കേൾക്ക പോലും അരുത്. കേട്ടാൽ നിനക്ക് ആശയക്കുഴപ്പമുണ്ടാകും, നീ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? പറഞ്ഞു തരാം. തമ്പുരാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ പ്രമാണത്തിൽ അരുതെന്ന് പറയുന്നൊരു ഓൾറെഡി അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിന്റെ അറ്റത്ത് ചൂണ്ടക്കൊളുത്തിട്ടുണ്ട് വരും. അമേരിക്കയിലിരിക്കുന്ന പീഡിയത്തിനെ പോലുള്ള ഉമ്മാര് വന്നിട്ട് ആദ്യം ചോദിച്ചെന്താ ഈ സഹോദരിമാര് തലേ തുണിയിട്ടേ പറ്റൂ എന്ന് ഇവിടെ ഉണ്ടോ? അപ്പൊ അറ്റത്ത് എന്ത് വന്നു? നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടല്ലോ ഇടണമെന്നേ. വീണ്ടും മദ്യപിക്കാൻ പാടില്ല എന്ന് ബൈബിളിലുണ്ടോ? കണ്ടോ? ചോദ്യച്ചിന് വിട്ടോണ്ടാ വരുന്നേ. തിരുമേശ കഴിക്കണമെങ്കിൽ സ്നാനപ്പെട്ട തീരൂ എന്ന് ബൈബിളിൽ ഉണ്ടോ? അപ്പൊ നമുക്കിതെല്ലാം അറിയാം, ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കാനിരിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? പക്ഷെ എന്തിനിത് കേൾക്കാനിരിക്കുന്നു? അപ്പോൾ അവിടെ നോക്കണം, ഔവ്വ അമ്മച്ചി ഇത് കേൾക്കാനിരുന്നു. വാസ്തവമായി ഇത് കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഔവ്വാമ്മച്ചിക്ക് പറയാം ഉണ്ട്. ഇനിയിപ്പോ അധികം വല്ലോ അതിനകത്ത് വല്ല സംശയം ഉണ്ടെങ്കിൽ വെയിലാറുമ്പോൾ ആര് വരും? കർത്താവ് വരും, ദൈവം വരും. ഞങ്ങൾ ആ ദൈവത്തോട് ചോദിച്ച് അത് കഴിക്കണോ വേണ്ടോന്ന് ഞങ്ങൾ ആലോചിച്ചോളാം. തൽക്കാലം ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി, തോട്ടത്തിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് യവനെ ശാസിച്ചകറ്റേണ്ടതിന് പകരം അമ്മച്ചിക്ക് പറ്റിയ അബദ്ധം എന്താ? ചോദ്യം ചോദിച്ചോണ്ട് വന്നവന്റെ വ്യാഖ്യാനം കൂടി ഒന്ന് കേൾക്കാൻ ചെവി കൊടുത്തു. എത്ര പേർക്ക് തലേ കയറുന്നുണ്ടേ? ചോദ്യം ചോദിച്ചോണ്ട് വന്നവൻ പറയുന്ന വ്യാഖ്യാനം കൂടി എന്താണ് എന്നൊന്ന് കേൾക്കാൻ ചെവി കൊടുത്തു. വലിയ അപകടം. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്ന അപകടം ഇത് തന്നെയല്ലേ? അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതും കൂടെ ഒന്ന് കേൾക്കാം. എന്താ പറയുന്നതെന്ന് കേൾക്കാനിരുന്നപ്പോൾ അവന്റെ വ്യാഖ്യാനം അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. എന്താ? നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. കേട്ടോണം, നിങ്ങൾ മരിക്കില്ല. ഒന്ന്, പിന്നെ നിങ്ങളുടെ കണ്ണ് തുറക്കും, പിന്നെ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അങ്ങനെ അടിച്ചടിച്ചടിച്ച് പോകുക. അമ്മച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ദൂതുകൾ എന്ത് ചെയ്യുക? അടിച്ചടിച്ചടിച്ച് വിടുകയാണ്. എന്നിട്ട് പറയാം, അമ്മച്ചി ധൈര്യമായിട്ട് പറിക്കേ, ഒരെണ്ണം കൈ നീട്ടി പറിച്ച് കഴിക്കേ. ഇത് അന്നത്തെ വെർഷനാണെങ്കിൽ ഇതേ പാമ്പും കുഞ്ഞുങ്ങളാണ് ഇപ്പൊ അരനിക്കറിട്ടുണ്ട് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് വന്നിട്ട് പുതിയ വെർഷൻ നമ്മുടെ ഇടയിൽ ഇറക്കുന്നത്. അതേ വെർഷൻ പുതിയ കമ്പ്യൂട്ടർ വെർഷനാക്കി മാറ്റി ഇവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് താരതമ്യപ്പെടുത്തി പറയാൻ പോവാ, കണ്ടോണം. അന്ന് ആ പാമ്പ് പറഞ്ഞത് നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ധൈര്യമായിട്ട് പറിക്കേ. ഇതാണ് അന്നത്തെ വെർഷൻ. ഇന്നോ അതേ സാധനം നേരെ കമ്പ്യൂട്ടർ വെർഷൻ. നിങ്ങളുടെ കണ്ണ് തുറക്കാം. കണ്ടോ? കറക്റ്റ് സാധനമാണ് വരുന്നത്. നിങ്ങളുടെ കണ്ണ് തുറക്കാം. നിങ്ങൾ ഈ ചർച്ചിനകത്ത് ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. നിങ്ങൾ ഈ തോട്ടത്തിൽ ഇരിക്കേണ്ടവരല്ല. അന്നത്തെ പോലെ ഇവിടെ ചർച്ച്. നിങ്ങൾ ഈ ചർച്ചിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ഈ പട്ടണത്തിൽ നിങ്ങളെ കൊണ്ട് ചിലത് അപ്പോഴേ നമ്മൾ അടിക്കുക. മനസ്സിലാകുന്നുണ്ടോ? പറയാ, നിങ്ങൾ ദൈവത്തെ പോലാകും. നിങ്ങളെ കൊണ്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചിലത് സംഭവിക്കാൻ പോവുക. അന്ന് പറിക്കെന്നാ പറഞ്ഞെങ്കിൽ ഇന്ന് പ്രാപിക്കുക. കണ്ടോ? അന്ന് പറിക്കുക, ഇന്ന് പ്രാപിക്കുക. അതിൻ്റെ അതേ കമ്പ്യൂട്ടർ വെർഷനാണ് ഇന്ന് ഇവന്മാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില സ്ഥലത്തേക്ക് നീ പോകാൻ പോവാ. പോലീസ് സ്റ്റേഷനാ. ഇതുവരെ കയറിയിട്ടില്ലാത്ത ചില വണ്ടി, ആംബുലൻസാ. ഇതൊന്നും തിരിച്ചറിയാതെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ദൂത് കേൾക്കുമ്പോൾ എന്ന് അടിച്ചടിച്ചടിച്ചടിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുക. ശ്രദ്ധിച്ചോണം, അവൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ ചെവി കൊടുത്തതാണ് ആദ്യം പറ്റിയ അപകടം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിനക്ക് ഇഷ്ടപ്പെട്ട ദൂത് പറഞ്ഞ് നിനക്ക് കുളിര് കോരുന്ന ദൂതടിച്ച് നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എൻ്റെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നവൻ വേദപുസ്തകത്തിലെ പ്രവാചകനല്ല. വേദപുസ്തകത്തിൽ പ്രവാചകനുണ്ടോ? ഉണ്ട്. പ്രവചനമുണ്ടോ? ഉണ്ട്. അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ബ്രദറൻ ചർച്ചിൽ പോയിരുന്നേനെ. അങ്ങനെ പോയി ഇരിക്കാത്തത് അവരോട് ദേഷ്യം കൊണ്ടല്ല, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പോകാത്തത് ഇന്നും ഇതിനകത്ത് ചിലത് ഉണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രവചനമുണ്ട്. രോഗശാന്തി ഉണ്ടോ? ഉണ്ട്. വേദപുസ്തകത്തിലെ സകല കൃപാവരങ്ങളും ഉണ്ടോ? ഉണ്ട്. പക്ഷെ നീ തിരിച്ചറിഞ്ഞത് മാത്രം അല്പം തെറ്റിപ്പോയി. പുസ്തകത്തിൽ പറയുന്ന പ്രവാചകൻ ആര്? നിന്നെ ഇഷ്ടപ്പെട്ട ദൂത് പറഞ്ഞ് നിന്നെ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മഞ്ഞു വീഴുന്ന നാട്ടിലേക്കും ഇതൊന്നുമല്ല. പകരം നിന്റെ അകൃത്യങ്ങളെ വിളിച്ചു പറഞ്ഞ്, നിന്റെ കുറവുകളെ വിളിച്ചു പറഞ്ഞ്, നിന്റെ ബലഹീനതകളെ വെളിപ്പെടുത്തി കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടാൻ തടസ്സമായി നിന്റെ രഹസ്യ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന രഹസ്യ പാപങ്ങളെ നിനക്ക് ബോധ്യം വരുത്തി നിന്നെ ദൈവത്തിങ്കലേക്ക് മനം തിരിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ.
നിങ്ങൾക്ക് തെളിവ് വേണോ? വായിക്കേ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23:16. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്ററേ ഞങ്ങളൊക്കെ 24 മണിക്കൂർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, ഞങ്ങൾ സാധാരണ വിശ്വാസികൾ, നിങ്ങളെപ്പോലുള്ളവർ സ്റ്റേജിൽ വന്ന് ദൈവാത്മാവ് പറഞ്ഞെന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ ഇത് ദൈവാത്മാവാണോ ഇങ്ങനെ ആത്മാവാണോ എന്നൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്നവർ ഇന്നുമുണ്ട്. അറിയാൻ വേണ്ടി ഇതായി പറഞ്ഞു തരാം. ആമേ, കുറിച്ചിട്ടോ ഹൃദയത്തിൽ ദൈവം അയച്ചവൻ എന്ത് പ്രവചിക്കും, ദൈവം അയക്കാത്തവൻ എന്ത് പ്രവചിക്കുമെന്ന് വളരെ കൃത്യമായൊരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. 23:16. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഷമീർ കൊല്ലം ഇങ്ങനെ പറയുന്നു, നല്ല എഴുതിയേക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായി യഹോവ അരുളി ചെയ്യുന്നു. എന്താ? നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കു കേൾക്കരുത്. കേൾക്കരുതെന്നുണ്ടോ പുസ്തകത്തിൽ? വായിക്കണം അമ്മാമേ, അതുകൊണ്ടാ കാണാത്തത്. പിടി കിട്ടുന്നുണ്ടോ? 7 മണി തൊട്ട് 10 വരെ സീരിയലിന്റെ മുമ്പിലിരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിയാൽ ഇതൊന്നും കാണത്തില്ല. പുസ്തകം വായിക്കണം. പുസ്തകം വായിച്ചാൽ കാണാം. നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കല്ലേ. എന്തുകൊണ്ട് കേൾക്കല്ലേ? വായിക്കേ. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. അടുത്തത്, യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, പിന്നെ സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. കണ്ടോ? യഹോവ ദൈവം കൊടുത്തതല്ല, സ്വന്തം ഹൃദയത്തിൽ തോന്നുന്ന ചിന്തകളാണ് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, എന്നെ നിരസിക്കുന്നവരോട്. അതിന്റെ തെളിവ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിപ്പോ ഞങ്ങൾ എങ്ങനെ അറിയും? അറിയാനുള്ള തെളിവ്, എന്നെ നിരസിക്കുന്നവരോട്. എന്നെ എന്ന് പറഞ്ഞാൽ ആരെ? ഷമീറിനെയോ? അല്ല, ദൈവത്തെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. കണ്ടോ? ദൈവത്തെ നിരസിച്ച് ആരാധനയ്ക്ക് വരാതെ കർത്തൃമേശ എടുക്കാതെ ഉപദേശിയുടെ കൊങ്ങായ്ക്ക് പിടിക്കുന്നവനോടും പ്രവാചകൻ വന്ന് എന്ത് പറയും? അച്ഛനെ ദൈവം മാനിക്കാൻ പോവാ ചില പ്രത്യേക തലത്തിലേക്ക്. ഇവൻ ആ സഭയ്ക്കകത്ത് ഏറ്റവും കുളം കുത്തുന്നവൻ. ഇവനോടും പറയാം നിനക്ക് സമാധാനം ഉണ്ടാവുമെന്ന്. അടുത്തത്, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം സ്വന്തം ഹൃദയത്തിലെ നിർബന്ധ ബുദ്ധിക്ക് അനുസരിച്ച് നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല. ഒരു ദോഷവും വരത്തില്ല. നിങ്ങൾ നോക്ക്, അച്ചായനും അമ്മാമ്മയും കൂടെ തലേന്ന് രാത്രി വീട്ടിൽ കിടന്ന് ഉഗ്രനടി അടി മൂത്തപ്പോൾ അമ്മാമ്മയ്ക്ക് ദേഷ്യം വന്നു. കാലാ നിന്റെ മണ്ട ദൈവം ഇടി വെട്ടിക്കോടാന്നൊക്കെ പറഞ്ഞു. ദേഷ്യത്തില്ല ബൈബിൾ എടുത്തുകൊണ്ട് കഥ കുറച്ചു, എനിക്ക് പ്രാർത്ഥിക്കണം, എന്നെ ശല്യപ്പെടുത്തരുത് പോന്നൊക്കെ പറഞ്ഞ് ഉഗ്രം പോട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പിറ്റേന്ന് ആരാധനയ്ക്ക് വരിക. അമ്മാമ്മ തെക്കോട്ട് നോക്കിയിരിക്കുന്ന അച്ചായൻ വടക്കോട്ട് നോക്കിയ കാറിൽ വന്നത്. രണ്ടുപേരും വന്ന് ആരാധനയ്ക്ക് പായലിരുന്നപ്പോൾ പ്രവാചകൻ വന്നിട്ട് അമ്മയെ തലേ കഴിച്ചിട്ട് പറയാം, മകളെ നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നു. ഇതാ ഇവിടെ നടക്കുന്നത്. അപ്പൊ വേദപുസ്തകം പറയാ, സ്വന്തം ഹൃദയത്തിലെ ശാഠ്യബുദ്ധിക്കനുസരിച്ച് നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ലെന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കാം, എന്നാ ദൈവം അയച്ചവൻ എങ്ങനെ പ്രവചിക്കും? അതുകൂടെ പറയാം. 22-ാം വാക്യം, ദൈവം അയച്ച പ്രവാചകൻ എന്ന് പറയും. അവർ എന്റെ ആലോചനാ സഭയിൽ നിന്നിരുന്നുവെങ്കിൽ. ദൈവം കൊതിച്ചു പോവുക, ഈ പ്രവാചകന്മാർ എന്റെ ആലോചനാ സഭയിൽ. അപ്പൊ ദൈവത്തിന് ആലോചന സഭയുണ്ടോ? ഉണ്ട്. ദൈവത്തിന്റെ ആലോചനാ സഭയിൽ ഈ പ്രവാചകന്മാരൊന്ന് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ചു. ഒന്ന്, ദൈവം അയച്ച പ്രവാചകന്റെ ഒന്നാമത്തെ ലക്ഷണം, അവൻ വചനം പ്രസംഗിക്കും. പിടിയോ? വചനം പ്രസംഗിക്കും. ഇവിടെ പലതും 10, 11 മണി വരെ നിൽക്കും, വചനം പ്രസംഗിക്കില്ല, കഥ പറഞ്ഞുകൊണ്ട് നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? കഥ പറയുക. പണ്ട് പിന്നെ കുമ്പിളി കഞ്ഞി കൊടുത്തതും ചോറുണ്ടതും കഥ പറഞ്ഞുകൊണ്ട്. ആമേൻ. മനസ്സിലായോ? അത് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വചനം പ്രസംഗിക്കണം. വചനം ദൈവം അയച്ചവൻ എന്ത് ചെയ്യും? വചനം പ്രസംഗിക്കും. ഇന്ന് ഇവന്മാർക്ക് വചനമില്ലാത്ത പ്രശ്നം. 10 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ തീ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെണ്ണുമ്പിള്ള കറങ്ങി താഴോട്ട് വീഴും. പിന്നെ 1.5 മണിക്കൂർ അതിൻ്റെ പുറകെ, ആരാ നീ, എന്താ നീ, എവിടുന്ന് വന്നു, എപ്പോ വന്നു, ഇപ്പൊ പോ, പിന്നെ പോ. കാര്യം ഇവന് പിന്നെ വചനമില്ല. ഇവൻ എങ്ങനെയെങ്കിലും 1.5 മണിക്കൂർ ഈ പെണ്ണുമ്പിള്ളെ കൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ. മനസ്സിലാക്കുന്നുണ്ടോ? എന്നാ മിണ്ടാത്ത? ഏതായാലും ഇന്ന് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. പകുതിക്ക് ഇപ്പം എന്തായാലും ഇറക്കി വിടാൻ ഒക്കത്തുമില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ കുഞ്ഞെ, എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഈ ഇരിക്കുന്ന അഭിഷിക്തനോ സഭയോ നിങ്ങളോ എനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഓരോ സ്ഥലത്തും ഞങ്ങൾ 10 പേരുടെ വിരോധമെങ്കിലും സമ്പാദിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് ഭൗതിക നേട്ടം? നിങ്ങളൊന്ന് മനസാക്ഷി വെച്ച് ചിന്തിക്കേ. എന്ത് നേട്ടം? തരാൻ വെച്ചിരിക്കുന്ന വണ്ടിക്കൂലി 10 രൂപ കൂടുതൽ വരുമോ? ചിലപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ വല്ലതും കുറയ്ക്കുന്നെങ്കിലേ ഉള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ ഒരു നേട്ടം ഉണ്ടോ? ഭൗതികമായ എന്തെങ്കിലും ഗുണമുണ്ടോ? ചില അച്ചായന്മാർ സ്നേഹത്തോടെ വന്ന് പറയും, മക്കളെ വേദി അടഞ്ഞു പോകും. അപ്പം അതും നഷ്ടം. അപ്പം എന്ത് ലാഭം? എന്നിട്ടും എന്തിനാ ഇത് പറയുന്നത്? നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ എത്തണം. നിത്യത നഷ്ടപ്പെടുത്തരുത്. നമ്മൾ വില കൊടുത്തിറങ്ങി, ബന്ധുക്കളെ വിട്ടു, സ്വന്തക്കാരെ വിട്ടു, കെട്ടുതാലി വരെ പൊട്ടിച്ചു. പന്തക്കോസ് പരിഹാസം കേട്ടില്ലേ? എന്നിട്ടും കർത്താവിനോട് കൂടെ എത്തിയില്ലെങ്കിൽ ഈ വിശ്വാസ ജീവിതം കൊണ്ട് എന്ത് ലാഭം? എന്തിനിറങ്ങി?
ആമേൻ. അതുകൊണ്ട് മുൻവിധിയില്ലാതെ നിങ്ങൾ ചിന്തിക്ക്, ഇത്തരത്തിലുള്ള കച്ചവടങ്ങളിൽ പെട്ടുപോകരുത്. ദൈവം അയച്ച പ്രവാചകന്റെ ലക്ഷണം: 1, അവൻ എൻ്റെ വചനങ്ങൾ എൻ്റെ ജനത്തെ കേൾപ്പിക്കും. 2, വായിക്കേ, അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും. കണ്ടോ? അവൻ ജനത്തെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും, അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും എന്ത് ചെയ്യും? അവരെ മടക്കി വരുത്തും. അതാണ് ദൈവത്തിന്റെ പ്രവാചകൻ. പിടികിട്ടിയോ? ഇത് തന്നെയല്ലേ പുതിയ നിയമത്തിൽ പൗലോസും പറഞ്ഞത്? എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ ആത്മപരമില്ലാത്തവന് അവിശ്വാസി അകത്തു വരികയും അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടുകയും അങ്ങനെ അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വന്ന് അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീഴാനും ഇടവരും. അപ്പൊ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പ്രവാചകന്റെ ജോലി ഒരു വ്യക്തിയെ ലോകത്തോട് അടുപ്പിക്കുന്നവനല്ല. പ്രവാചകൻ ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുന്നവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ എന്താണ് നമ്മൾ പഠിപ്പിക്കാത്തത്, പഠിക്കാത്തത്? തിരുവചനമല്ലേ പറഞ്ഞത്? സ്വന്തമായി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പം മനസ്സിലാക്കണം. ആ മണവാട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ദൂത് എന്ത് ചെയ്തു? ഓ അമ്മച്ചി ദൈവത്തെ പോലെ ആകുമെന്നൊക്കെ അടിച്ചടിച്ച് വിട്ടപ്പോൾ വഞ്ചിക്കപ്പെട്ടു. മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു. വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾ ദേശത്തോട് കവലയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നാട്ടുകാർ കേട്ടിട്ട് ചിലർക്ക് ചിരി വരും. കാരണം എന്താ? മനുഷ്യൻ പാപിയാന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഉപദേശിമാർ വാ തുറന്നാ പറയുന്നത് മനുഷ്യൻ പാപിയാ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്ന ആരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ കവലെ പറയുന്ന വാചകം ഇങ്ങനെയാ: ഇന്ന് രാത്രി കടയടയ്ക്കുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുതെന്ന് പറയും. നാളെ രാവിലെ അറിയാം ഇവിടെ പാപി ഉണ്ടോ ഇല്ലയോ എന്ന്. ദൂരെ എങ്ങും പോകണ്ട. രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പൽ പിടിച്ചു വെച്ചിട്ടും ചട്ടിയും കലവും എല്ലാം വാരി വെച്ചിട്ടാ പെണ്ണുങ്ങൾ ഉറങ്ങുന്നത്. എന്നിട്ട് സമാധാനമുണ്ടോ? ഇവിടെ പാപി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ? പാപിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യം എന്താ? അപ്പോൾ പാപിയുണ്ടേ. ഓരോ ദിവസത്തെയും മനോരമയും മാതൃഭൂമിയും ഒക്കെ എടുത്ത് തുറന്നു നോക്കിയാൽ മനുഷ്യൻ പാപിയാണെന്നുള്ളതിൻ്റെ തെളിവ് പച്ചയായി വെളിപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ അതാ മുള്ളും പറക്കാരെ നിറഞ്ഞ ഭൂമിയിൽ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി, സൃഷ്ടാവിങ്കിൽ നിന്ന് അകന്നുപോയി. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നോക്കണം. അവിടെ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയി, അല്ലെങ്കിൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞല്ലോ. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരൻ ചോദിച്ച സംശയമാണ്, ശ്രദ്ധിക്കണേ. ഒരു വശത്ത് പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. ഇപ്പുറത്ത് ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ എന്ന് പറഞ്ഞാൽ ആ ദിവസം, ആ ഡേ നീ എന്ത് ചെയ്യും? മരിക്കും. ഇപ്പുറത്തെ പിശാച് പറയുന്നു നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. അപ്പോൾ ഒരാൾ സംശയം ചോദിക്കുകയാണ്, അവ്വ ഇത് തിന്നേൻ്റെ അന്ന് മരിച്ചോ? ശ്രദ്ധിക്കണേ. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? മരിക്കും. പിശാച് പറഞ്ഞു എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല, കണ്ണു തുറക്കും. ഇപ്പൊ അയാൾ ചോദിക്കുന്ന സംശയം, ഇതിൽ ആര് പറഞ്ഞതാ നടന്നേ? തിന്നേൻ്റെ അന്ന് അവ്വ ചത്തോ? എന്നാ ഉണ്ടാത്തേ? അതുപോലും അറിയത്തില്ല, കണ്ടിട്ടില്ലേ? അവ്വായെ അറിയാവോ? അവ്വ അപ്പൊ തിന്നേൻ്റെ അന്ന് മരിച്ചോന്നാ ചോദിച്ചത്? ഇല്ലല്ലോ. അപ്പൊ പിശാച് പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല. ദൈവം പറഞ്ഞു തിന്നുന്ന നാളിൽ മരിക്കും. അപ്പൊ മരിച്ചില്ലല്ലോ എന്ന പുറത്തുള്ളവൻ, നമുക്ക് സംശയമൊന്നുമില്ല, പുറത്തുള്ളവൻ സംശയം ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാം അവിടെ ഒരു മരണം സംഭവിച്ചു. എന്ത് മരണം? അവിടെ പുത്രത്വം നഷ്ടപ്പെട്ടു. ആദാം ദൈവത്തിന്റെ മകനെന്ന് രേഖപ്പെടുത്തിയത് ഓർക്കുന്നില്ലേ? ആ പുത്രത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒന്നിച്ചു വസിക്കാനുള്ള പദവി മനുഷ്യന് നഷ്ടപ്പെട്ടു. അന്ന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു കൊടുക്കുന്ന ദൈവിക പദ്ധതിയുടെ പേരാണ് സുവിശേഷം. ഇത്രയേ ഉള്ളൂ സുവിശേഷം. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം അവൻ യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന ദൈവിക പദ്ധതി, അതിന്റെ പേരാണ് സുവിശേഷം. മനസ്സിലായോ? ആ പുത്രത്വം 18-ാം വയസ്സിൽ പ്രാപിച്ചവരുണ്ട്, ഇവിടെ 20-ാം വയസ്സിൽ പ്രാപിച്ചവരുണ്ട്, 25 പ്രാപിച്ചവരുണ്ട്, 50 പ്രാപിച്ചവരുണ്ട്, 85 പ്രാപിക്കാത്ത പുള്ളിയുണ്ട്. ഇല്ലേ? ആ പുത്രത്വം, ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു പിടിക്കാൻ ദൈവം ഓരോ മനുഷ്യനും തന്നിരിക്കുന്ന അവസരമാണ് ഈ ഭൂമിയിലെ 70-80 വയസ്സ് ജീവിതം. അതിനിടെ തിരിച്ചു പിടിച്ചോണം, പിന്നെ നിനക്ക് അവസരമില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, ആ പുത്രത്വം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യന് ദൈവത്തോട് ഒന്നിച്ചു വസിക്കാനുള്ള പദവിയാണ് നഷ്ടപ്പെട്ടവൻ പുറത്തായത്.
അവൻ കാരണം, അവൻ്റെ പാപം കാരണമാണ് ഭൂമി എന്ത് ചെയ്തത്? ശപിക്കപ്പെട്ടത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ബാംഗ്ലൂരിലൊക്കെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്ത വിഡ്ഢിത്തരം മുഴുവൻ പഠിപ്പിച്ച് തെറ്റിക്കുന്ന ഒരു മുതുപിശാച് ബദേലേജി എന്ന് പറഞ്ഞുകൊണ്ട് MA വർഗീസ് കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽ ശാപം മുറിക്കൽ എന്ന് പറയുന്ന ദുരുപദേശം കൊണ്ടിറക്കിയത് ഈ പുള്ളിയാണ്. ശാപം മുറിക്കൽ എന്ന് പറയുന്ന ദുരുപദേശം. അപ്പം നിങ്ങൾ ചോദിക്കുക അതിനാ ദുരുപദേശം എന്ന് പറയാം. ശാപം മുറിക്കൽ എന്ന് പറയുന്ന ദുരുപദേശത്തിൽ ഇവർ മുറിക്കുന്നത് മനുഷ്യൻ്റെ ശാപമാണ്. ഇവർ പറയുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ശപിച്ചെന്നാണ്. ഒരു കൊച്ചു വാക്യം നിങ്ങൾക്ക് കാണിക്കാമോ? ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ശപിച്ചെന്നൊരു കൊച്ചു വാക്യം നിങ്ങൾക്ക് കാണിക്കാമോ? അങ്ങേരോട് ചോദിച്ചു മടുത്തു. വാക്യം കാണിക്കാമെന്ന് അങ്ങേരോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ചോദിച്ചു. അപ്പോൾ അങ്ങേര് എന്നോട് പറഞ്ഞു, മാർഗം കൂടിയ വഴിപ്പട്ടി ചോദിച്ചാൽ ഞാൻ പറയത്തില്ലെന്ന്. പിന്നെ ഞാനെന്ത് പറയാൻ? ശരിയാ, ഞാൻ പുതുതായി മാർഗം കൂടിയ ആളാണ്. പിന്നെ വഴിപ്പട്ടിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പട്ടിയെന്ന് വിളിക്കുന്നൊരു പട്ടി, അതൊക്കെ അവരുടെ പാരമ്പര്യമാണ്. പുള്ളിയുടെ അപ്പനും അമ്മയും പഠിപ്പിച്ചത് ഉപദേശപരമായൊരു വിഷയം ചോദിക്കും. നമ്മൾ അദ്ദേഹത്തെ തെറി വിളിച്ചില്ല, ദോഷം പറഞ്ഞില്ല, അയാളുടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചില്ല, വ്യക്തി ജീവിതത്തെ ചോദിച്ചില്ല, സ്വഭാവ മഹിമയെ ചോദിച്ചില്ല, പണമിടപാടുകൾ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഈ ദുരുപദേശം എന്തിനാ പഠിപ്പിക്കുന്നത്? തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, വഴി കിടന്ന് കുരയ്ക്കുന്ന വഴിപ്പട്ടി, പുതുതായി മാർഗം കൂടി വന്നവന് ഇത് വല്ല അറിയാമെന്ന്. അപ്പോൾ അങ്ങേ രഹൂദനാന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും മാർഗം കൂടി വന്നയാളാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇത്ര ഇങ്ങനെ വരാനൊരു ഭാഗ്യം കിട്ടിയെന്നല്ലാതെ വേറെ എന്ത് പറയാനാ? അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ബൈബിളിൽ പലവട്ടം ആവർത്തിച്ച് വെച്ചിട്ട് അങ്ങേര് വേദപുസ്തകം തുറക്കത്തില്ല. കുറേ കഥ പഠിച്ചു വെച്ചിട്ടുണ്ട്. കഥ പഠിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? വേദപുസ്തകം തുറക്കണം. എവിടെങ്കിലും മനുഷ്യനെ, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം എവിടെങ്കിലും മനുഷ്യനെ ശപിച്ചോ? അവിടെ എഴുതിയിരിക്കുന്ന പദം എൻ്റെ ബൈബിളിൽ ഇങ്ങനെയാ, മനുഷ്യനോട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ പുസ്തകത്തിൽ. അത് നല്ല ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, അച്ഛൻ്റെ പേരെന്ത് വെച്ചാ? സാങ്കുട്ടി. വേണ്ട, സാങ്കുട്ടി വേണ്ട, സോളമൻ. അതാകുമ്പോൾ നമുക്ക് പറയാൻ ഒരു എളുപ്പമുണ്ട്, അതുകൊണ്ട് പറയാം. അദ്ദേഹം ഒരു പിതാവല്ലേ. സോളമനെ കുറിച്ച് പറയാം. എടാ സോളമ, നീ ഒരുത്തൻ കാരണമാ എൻ്റെ കാറ് കത്തിയത് എന്ന് ഞാൻ പറയുക. ഒന്നുകൂടെ പറയാം, നീ കാരണമാണ് ആ കാറ് കത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇവൻ കാരണം കാറ് കത്തിയെന്നാണോ അതോ ഇവൻ കത്തിയെന്നാണോ? പറ, നിങ്ങൾ പറ. നീ നിമിത്തമാണ് ആ വണ്ടി കത്തിയത് എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അർത്ഥം നീ കത്തിയെന്നാണോ വണ്ടി കത്തിയെന്നാണോ? എന്ത് പറയാ, എത്ര വിമ്മിട്ടോ? എനിക്കറിയാം ചിലർക്കൊക്കെ വ്യക്തിപൂജയാണ്. വ്യക്തിപൂജ കൊണ്ട് നടക്കുന്നതിനൊക്കെ വെച്ച് എൻ്റെ ദൈവം ദൈവമാണ്. എനിക്കിവിടെ വേറെ ഒരു വ്യക്തിപൂജയില്ല. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിലെ നേതൃത്വത്തെയും ചില സാഹചര്യങ്ങളിൽ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരൊന്നും എനിക്ക് ദൈവമല്ല, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ള ആരും. അല്ലാതെ നേതൃത്വം എനിക്കൊരു ദോഷം ചെയ്തിട്ടൊന്നുമല്ല. ഞാനിപ്പോഴും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു വിശ്വാസിയായിട്ട് തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ സഭയുടെ ചാർജും എടുത്തിട്ടുണ്ട്. ചിലർ പറഞ്ഞ് പുറത്താക്കുക, അതൊക്കെ മോഹം, അങ്ങനൊന്നും ആക്കിയിട്ടൊന്നും ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഇപ്പം സോളമനോട് ഞാൻ പറയാം, സോളമ, നീ കാരണമാണ് ആ കാറ് കത്തിയെന്ന് പറഞ്ഞാൽ കത്തിയത് കാറും കാരണക്കാരൻ നീയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ സോളമൻ കത്തി എന്ന് പറഞ്ഞാൽ അത് വിവരക്കേടെന്ന് ഞാൻ പറയത്തുള്ളൂ. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടത് ഭൂമിയാ, കാരണക്കാരൻ മനുഷ്യനും. ഇത്രയുള്ളൂ വിഷയം. പിന്നെ ശപിച്ച ഒരാളെ അതിനകത്തുണ്ട് ഉൽപ്പത്തിയിൽ, പാമ്പിനെ. നീ ഉരസുകൊണ്ട് ഗമിച്ച് ആയുഷ്കാലം സകല പൂജര ജന്തുക്കളിലും വെച്ച് നീ എന്ത് ചെയ്തിരിക്കുന്നു? ശപിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. ഭൂമി ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞു. മനുഷ്യനെ ഉൽപ്പത്തി ശപിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഏത് ശാപം ഇങ്ങനെ മുറിക്കുന്നേ? ഒന്ന്, ഇതിൻ്റെ മറുപടി കിട്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ യോഗം തരുമ്പോൾ എന്നെ വിളിച്ചിട്ട്, മോനെ അത് ഇന്ന വാക്യപ്രകാരമാണ് ഇന്നതാ മുറിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വേദി മുതൽ ഞാനിത് തിരുത്തി പറയും, മാപ്പ് പറയും. നിങ്ങൾ എന്നെ പഠിപ്പിച്ചാൽ മതി. കാരണം ഞാൻ പുതുതായിട്ട് വന്ന മാർഗം കൂടിയ ആളല്ലേ, അതുകൊണ്ട് പഠിപ്പിച്ചാൽ മതി, പാരമ്പര്യമുള്ളവർ. കേട്ടോണം. ഇനി മനുഷ്യൻ്റെ മേൽ എന്താ അടുത്ത ശാപം? ന്യായപ്രമാണത്തിൽ വരുന്നുണ്ട് അടുത്ത ശാപം. ന്യായപ്രമാണത്തിൻ്റെ ഇന്ന പ്രവൃത്തി ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇന്ന പ്രവൃത്തി ചെയ്താൽ നീ ശപിക്കപ്പെടുമെന്ന് മനുഷ്യനോട് പറയുന്നുണ്ട്. മോശയുടെ കാലം മുതൽ ന്യായപ്രമാണത്തിന് കീഴെയുള്ള ശാപമുണ്ട്. സമ്മതിച്ചു, അതിലെനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ പുതിയ നിയമത്തിൽ പറയുന്നതോ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും ക്രൂശിലെ രക്തത്താൽ യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇനി ന്യായപ്രമാണത്തിൻ്റെ ശാപം നമ്മിലുണ്ടോ? അങ്ങനെയെങ്കിൽ ക്രൂശ് മരണം കൊണ്ട് തീരാത്ത എന്ത് ശാപമാണ് ഇനി ഇവർ അഴിക്കുന്നത്? പറ നിങ്ങൾ. ഇത് ഉപദേശമാണോ ദുരുപദേശമാണോ? പറ. ഇനി പുതിയ നിയമത്തിൽ ആർക്കെങ്കിലും ശാപം ഉണ്ടോ? ഭാഷ ഉണ്ടല്ലോ. എവിടെ? പൗലോസ് പറയുന്നു, എനിക്ക് വേണമെങ്കിൽ ജഡപ്രകാരം രക്തബന്ധങ്ങളായവർക്കു വേണ്ടി ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാമായിരുന്നു.
ആകാമായിരുന്നു. പറഞ്ഞാൽ എൻ്റെ ജഡപ്രകാരമുള്ള ബന്ധുക്കൾക്ക് വേണ്ടി അറിഞ്ഞ സത്യം വേണ്ടെന്ന് വെച്ച് യേശുവിനെ തള്ളിക്കളഞ്ഞ് എനിക്ക് പോകാമായിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവൻ കർത്താവിനെ ഉപേക്ഷിച്ച് പോയാൽ അവൻ ശാപത്തിലേക്കാണ്. ഈ സജിത്തൊക്കെ ഇപ്പൊ ശാപത്തിലാണ്. അവൻ്റെയൊക്കെ പോയെന്ന് മുറിച്ചെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദൈവ കുഞ്ഞുങ്ങളുടെ ശാപം മുറിക്കുക, കേട്ടോണം. ആമേൻ, ശാപത്തിലാണ്. ഇനി അതിന്റെ ഇണവാക്യം വേണോ? എബ്രായ ലേഖനം പറയുന്നു, ഒരിക്കൽ സത്യം അറിയുകയും സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവൻ ആമേൻ അത് വിട്ട് പിന്മാറിപ്പോയാൽ ശാപത്തിനടുത്തതാകുന്നു. അതിനും തെളിവുണ്ട്, വാക്യമുണ്ട്. ആമേൻ. അപ്പൊ പിന്നെ അടുത്ത ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ പിന്നെ നിൽക്കുന്നത്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 22 യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല എന്നെഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആമേ അതുവരെ ഉണ്ടായിരുന്നല്ല എന്നൊരു വ്യാഖ്യാനം. സമ്മതിച്ചു? ആമേ 22 അധ്യായത്തിൽ യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? 21 അധ്യായം വായിച്ചാൽ മതി. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പം ഇന്ന് ശപിക്കപ്പെട്ട ഭൂമി മാറി പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നപ്പോൾ ഇനി ശാപമില്ല. എന്നാ ഇതിനകത്തൊരു വിഷയം? അപ്പോൾ ഇതൊന്നും പറയാതെ ഈ പക്ക ദുരുപദേശം, ശാപം മുറിക്കൽ എന്ന് പറഞ്ഞ പരിപാടി കേരളത്തിൽ ഇറക്കി. കാര്യം എന്താ? ജനങ്ങളെ പേടിപ്പിച്ച്. കാരണം ശാപം ഉണ്ടെങ്കിലല്ലേ മുറിക്കാൻ ആൾ വേണ്ടു. ആൾ മുറിക്കാൻ വന്നെങ്കിലല്ലേ കല്ലോ ചില്ലറ അങ്ങോട്ട് കിട്ടൂ. അപ്പം അതുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കി. ശാപം മുറിക്കുക എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കഴിഞ്ഞ ദിവസം പറയാണ് ശാപത്തിന്റെ ലക്ഷണങ്ങൾ. ആമേൻ. ആക്സിഡന്റ് ഉണ്ടാകുന്നത് ശാപത്തിന്റെ ലക്ഷണം. നിങ്ങൾക്ക് വേണോ ഇതിൻ്റെയൊക്കെ തെളിവ്? എൻ്റെ വീഡിയോ ഉണ്ട്, യോഗം കഴിയുമ്പോൾ വന്നാൽ എല്ലാം കാണിച്ചു തരാം. ആക്സിഡന്റ് ഉണ്ടാകുന്നത് ശാപത്തിന്റെ ലക്ഷണം. പിന്നെ പട്ടി കുറച്ചുകൊണ്ട് ബൈക്കിന്റെ പുറകെ ഓടിയാൽ ശാപത്തിന്റെ ലക്ഷണം. ഇത്ര ശാപം പിടിച്ചവരിനകത്ത് ഇന്ന് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ കാണാം പട്ടി പുറകെ വരുന്നത്. അപ്പം ശ്രദ്ധിച്ചോണം, ആക്സിഡന്റ് ഉണ്ടായി. ഈ പറയുന്ന ഇങ്ങേരുടെ സഭയെ പ്രസംഗിച്ചിട്ട് വരുമ്പോഴാണ് കർത്താവിൻ്റെ ദാസി അഞ്ജലി പോളെ ആക്സിഡൻ്റായി മരിച്ചത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവവേല തികച്ചു, കർത്താവ് വിളിച്ചു, കർത്താവിൻ്റെ സന്നിധി പോയെന്ന്. പക്ഷേ ഇങ്ങേരുടെ പഠിപ്പിക്കലനുസരിച്ച് ആ പാവപ്പെട്ട ദൈവദാസി ശാപത്തിൽ മരിച്ചെന്നായിരിക്കും ഇങ്ങേരുടെ വ്യാഖ്യാനം. പോട്ടെ. അത് കഴിഞ്ഞ് മുടി നരയ്ക്കുന്നത് ശാപനിമിത്തമാണ്. വീഡിയോ ഉണ്ട്. മുടി നരയ്ക്കുന്നത് ശാപനിമിത്തമാണ്. ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുക, നരച്ച തലയോ ശോഭയുള്ള കിരീടമെന്ന്. തലമുടി നരയ്ക്കുന്നത് ശാപമാണ്. ഈ ശാപം പൊട്ടിക്കാൻ അമ്മ പറയുന്നതൊന്നും വേണ്ട. 5 രൂപയുടെ ഗോദറേജ് മേടിച്ച് അങ്ങ് അടിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പറയാനാ. അതാണ്ട് പുറകെ ഇരിപ്പുണ്ട് ജോബി ടി അലക്സ്. ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഞങ്ങൾ മാറി വേദികളിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നപ്പോൾ തലേ കയറാത്തവരൊക്കെ ഇപ്പം പഠിച്ചു, കാലം തെളിയിച്ചപ്പോൾ പഠിച്ചു. അതുകൊണ്ട് പറയാം, നോക്ക മനുഷ്യൻ എന്തായി? പാപം മനുഷ്യൻ്റെ അകത്ത് കയറി. അപ്പോൾ പാപം മനുഷ്യൻ്റെ അകത്ത് കയറിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ സൃഷ്ടാവിനെ എന്ത് ചെയ്തു? മറന്നുപോയി. ശ്രദ്ധിച്ചോണം, മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നിട്ടെ സൃഷ്ടിയെ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി. പാപം എന്ന ഇരുട്ട് മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? സൃഷ്ടാവിനെ മറന്നുപോയി. സൃഷ്ടാവിനെ മറന്നുപോയപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ സൃഷ്ടിയെ ദൈവം എന്ന് വിളിച്ചു. അതിന്റെ തെളിവാണ് റോമാലേഖനം 1 അധ്യായം 21, 22, 23 വാചകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വേദഭാഗം വായിക്കാം. റോമാലേഖനം 21, 22, 23 വാചകങ്ങൾ വായിച്ചാട്ടെ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ജ്ഞാനികൾ, പാപം മനുഷ്യന്റെ അകത്ത് കയറിയപ്പോൾ അതിന്റെ മുകളിലത്തെ വാക്യം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കണ്ടോ? മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ സൃഷ്ടാവായ ദൈവത്തെ അറിയാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അടുത്ത വാചകം, മനുഷ്യന്റെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പാപമെന്ന ഇരുട്ട് പ്രവേശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വായിക്കേ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെ ആരും ഇതൊന്നും പഠിപ്പിക്കണ്ട, ഇതിന്റെ അപ്പുറത്ത് പോയി പഠിപ്പിച്ചതാ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തു? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. അടുത്ത വാചകം, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ. കണ്ടോ? ദേശവാസികൾ കേട്ടോ? അക്ഷയനായ മഹാദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ എന്ത് ചെയ്തു? അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. കണ്ടോ? പാപം മനുഷ്യന്റെ അകത്ത് കുടിയേറിയപ്പോൾ സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ മറന്നുപോയി. അവൻ സൃഷ്ടിയെ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി. ഒറ്റ വാക്കിലൊക്കെ ചോദിക്കാം, മനുഷ്യനെ സൃഷ്ടിച്ചതാര്? ഉറക്കെ പറ. ദൈവം. 2020 കമ്പ്യൂട്ടർ യുഗത്തിൽ ദൈവത്തെ സൃഷ്ടിക്കുന്നത് ആര്? അതാ വിഷയം. ആമേൻ. സൃഷ്ടാവിനെ മറന്നുപോയി.
മനുഷ്യൻ സൃഷ്ടിയെ ദൈവത്തിന് വിളിച്ചു. ആമേൻ. മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഏത് ദൈവം എങ്ങനെ വേണം, കണ്ണ് വീണോ, പീലി വേണോ, ചുണ്ട് വേണോ, ലിപ്സ്റ്റിക് വേണോ, ഏത് നിലയിൽ വേണമെങ്കിലും അടിച്ചു തരാൻ മനുഷ്യൻ തയ്യാറായി. കാരണം അവനെ സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ ദൈവത്തെ മനുഷ്യൻ മറന്നുപോയി. കാരണം അവൻ്റെ അകത്ത് പാപം പ്രവേശിച്ചു. പാപം അകത്തു കയറിയപ്പോൾ സൃഷ്ടാവിനെ മറന്നുപോയി. അവൻ സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗം. ആമേൻ. എന്നാൽ ആമേൻ, മനുഷ്യൻ സൃഷ്ടാവിനെ മറന്ന് കാളക്കുട്ടിയൊക്കെ വാർത്തുണ്ടാക്കി സൃഷ്ടിയെ ദൈവമെന്നൊക്കെ വിളിച്ച് ആമേൻ, മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയപ്പോൾ ദൈവിക പദ്ധതി അടുത്തത്, മനുഷ്യന് ദൈവം പ്രമാണം കൊടുത്തു. ഓടി വരിക. മനുഷ്യന് ദൈവം ന്യായപ്രമാണം കൊടുത്തു. എന്താ ന്യായപ്രമാണം? എന്താ ന്യായപ്രമാണം? ഈ അടുത്തിടയ്ക്ക് ഒരു ക്രിസ്ത്യാനിയോട് ഞാൻ ചോദിച്ചു, അച്ഛാ എന്താ ഈ ന്യായപ്രമാണം? പുള്ളി പറയാ 10 കൽപ്പന. 10 കൽപ്പന മാത്രമാണോ ന്യായപ്രമാണം? അല്ല. മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിച്ച 600-ൽ പരം വരുന്ന കൽപ്പനകൾ ന്യായപ്രമാണമാണ്. ആമേൻ. ന്യായപ്രമാണം ദൈവം മനുഷ്യന് കൊടുത്തു. എന്താണ് ഈ ന്യായപ്രമാണം? പറയാം. ആമേൻ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏതൊരു ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങിയാലും, വാച്ച് വാങ്ങിയാലും, മൊബൈൽ വാങ്ങിയാലും, മറ്റെന്ത് ഉപകരണങ്ങൾ വാങ്ങിയാലും, അത് ഉണ്ടാക്കിയ കമ്പനിക്കാര് നമ്മൾ കൊടുക്കുന്ന കാശിന് ഫ്രീ ആയിട്ടൊരു പുസ്തകം നമുക്ക് അതിൻ്റെ കൂടെ തരും. അതിൻ്റെ പേരാണ് ഉപയോഗിക്കേണ്ടുന്ന വിധം, യൂസേഴ്സ് മാനുവൽ, കാറ്റലോഗ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പുസ്തകം തരും. ആ പുസ്തകം ആരുടെ വകയാ? ഇത് ഉണ്ടാക്കിയ കമ്പനിക്കാരുടെ നിബന്ധന. ഇങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ ഉപയോഗിക്കരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, വെള്ളത്തിൽ വീഴരുത്, വെള്ളത്തിൽ വീഴരുത്. ഇങ്ങനെ ഓരോ നിബന്ധനകൾ ഓരോന്നിന് വെച്ചിട്ടുള്ളതുപോലെ മനുഷ്യനെ നിർമ്മിച്ച കമ്പനി, നിർമ്മിച്ച നിർമ്മാതാവ് ദൈവം ആ മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടുമെന്ന് കാറ്റഗറി തിരിച്ചെഴുതിയ കാറ്റലോഗ്, അതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തതിന് 2 ഉദ്ദേശമുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മനുഷ്യന് ദൈവം ന്യായപ്രമാണം കൊടുത്തതിന് 2 ഉദ്ദേശമുണ്ട്. അതിലൊന്ന്, തെറ്റെന്ത് ശരിയെന്ത് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. അതിനാ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ചില മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ഈ നാട്ടിലൂടെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. ഒറ്റ പോലീസും നമ്മളെ പിടിച്ചില്ല. പിടിച്ചോ? ഇല്ല. ഇപ്പം നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എന്ത് ചെയ്യും? പോലീസ് പിടിക്കും. കാരണം ഇപ്പം എന്ത് വന്നു? നിയമം വന്നു. നിയമം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെച്ചില്ലെങ്കിൽ തെറ്റാണെന്ന്. അപ്പം തെറ്റും ശരിയും മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നിയമം വേണം. ഇപ്പൊ വഴി കാത്തു നിൽക്കുന്നവൻ ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിക്കാൻ നിന്നാലും അവൻ എന്തും കൊണ്ടാ നിൽക്കുന്നേ? ഹെൽമെറ്റും കൊണ്ടാണ്. കാരണം അറിയാം അവനിത് നിയമമാണെന്നറിയാം. എന്നതുപോലെ തെറ്റെന്ത് ശരിയെന്തെന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ടതിന് മനുഷ്യന് ന്യായപ്രമാണം കൊടുത്തു. ഒന്നാമത്തെ ഉദ്ദേശം. ന്യായപ്രമാണം കൊടുത്തതിന്റെ 2ാമത്തെ ഉദ്ദേശം പറയാം. മനുഷ്യന്റെ, ശ്രദ്ധിച്ചോണം, മനുഷ്യന്റെ കർമ്മക്രിയ, പൂജ, പ്രവർത്തികൾ കൊണ്ടൊന്നും, ഒന്നുകൂടെ, മനുഷ്യന്റെ പ്രവർത്തിയാലുള്ള കർമ്മക്രിയ, പൂജ, യാഗബലി തുടങ്ങിയതായ യാതൊരു പ്രവർത്തികൾ കൊണ്ടും മനുഷ്യന്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് മനുഷ്യന് മോക്ഷം നേടാൻ സാധിക്കുകയില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷ അവൻ ചെവിക്കൊള്ളത്തുള്ളൂ. ഒന്നുകൂടെ പറയാം. ന്യായപ്രമാണം കൊടുത്തു, അതിനകത്തൊന്നും രക്ഷയില്ലാതെ വന്നപ്പോൾ എന്നാ പിന്നെ ഒന്ന് പോയി ചത്തേക്കാം എന്ന് വിചാരിച്ച് തീരുമാനിച്ചതല്ല ക്രിസ്തുവിൻ്റെ വരവ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വരണമെന്നും മാനവജാതിയുടെ പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണമെന്നും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുൻനിർണയിച്ച കാര്യമാണ്. അല്ലാതെ ന്യായപ്രമാണം കൊടുത്തു നോക്കിയോ അവിടം കൊണ്ട് വെക്കുന്നില്ലടേ എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കാം എന്നല്ല. അപ്പം ന്യായപ്രമാണം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? പ്രവർത്തികൾ കൊണ്ടുള്ള പാപമോചനം, പ്രവർത്തിയാലുള്ള മോക്ഷം അത് ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവൻ ചെവി തരത്തുള്ളൂ. കാരണം മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ. നിസാരമായ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. നയമാൻ എന്ന് പറഞ്ഞൊരു കുഷ്ഠരോഗി ഉണ്ടല്ലോ, അറിയാവോ? ഈ നയമാൻ എന്ന് പറഞ്ഞ കുഷ്ഠരോഗിയോടെ എലീശ പ്രവാചകന്റെ അടുത്ത് പോയാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ ആരാ? വീട്ടിൽ അടിമവേലയ്ക്കായി ഇസ്രായേലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ഒരു ബാല്യക്കാരത്തി പെങ്കൊച്ചല്ലേ? ഒരടിമയ്ക്ക് തൻ്റെ യജമാനനെ 100% സ്നേഹിക്കാൻ കഴിയുമോ? ഒരു യജമാനന് തൻ്റെ അടിമയെ 100% സ്നേഹിക്കാൻ കഴിയുമോ? പക്ഷെ ഇസ്രായേലിൻ്റെ ദൈവത്തെ സേവിക്കുന്നവൻ്റെ പ്രത്യേകത അതാ. തന്നെ അടിമവേല ചെയ്യിക്കുന്ന യജമാനൻ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്ന മനസ്സ് ചിന്തിച്ചേ.
നമ്മളെ കാണോ ആയിരുന്നെങ്കിലോ, നിനക്ക് കുഷ്ഠമല്ലടാ വരുന്നത്, എന്നെ ഈ വീട്ടിൽ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് നിനക്ക് കുഷ്ഠമല്ലടാ എന്നൊക്കെയാ നമ്മുടെ അമ്മച്ചിമാർ. ഇതൊന്നും അല്ലടാ നീ ഇനി അനുഭവിക്കാൻ പോകുന്നൊക്കെ നമ്മൾ പറയും. കുഞ്ഞെ, ഇതൊന്നുമല്ല ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ മനസ്സ്. നിന്നെ ഉപദ്രവിക്കുന്നവന് പോലും ആമേൻ നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അവിടെയും നിന്റെ ദൈവത്തെക്കുറിച്ച് അവനോട് പറയണം. അടിമയായിരിക്കുക, എന്നിട്ടും തൻ്റെ ദൈവത്തോട് എന്നെ എന്തിന് കർത്താവ് ഈ അടിമയ്ക്ക് നീ കൊണ്ടിട്ടെന്ന് കർത്താവിനോടും ചോദ്യമില്ല. ആമേൻ, നിനക്ക് ഈ കുട്ടമല്ലടാ ഇനി വരുന്നതെന്ന് യജമാനനോടും പരാതിയില്ല. അവൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൾ മറ്റൊരാൾക്ക് തൻ്റെ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ അവസ്ഥയൊക്കെ എന്താ ഒന്ന് ചിന്തിച്ചേ. എത്ര നാളായി കർത്താവിനെ അറിഞ്ഞിട്ട് എല്ലാ ആണ്ടർതി യോഗത്തിനും കയറി പച്ചക്കള്ളം പറയുന്നതല്ലാതെ ഈ വർഷം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അടുത്ത വർഷം ഞാൻ ചിലത് ചെയ്യും. വർഷം എത്ര കഴിഞ്ഞു കുഞ്ഞമ്മേ, എന്തോ ചെയ്തു എന്ന് ചിന്തിക്ക്. ആമേ, നോക്ക്, അടിമയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, യജമാനനെ ആ എലീശാ പ്രവാചകന്റെ അടുക്കൽ അങ്ങൊന്ന് പോയാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടി വരാം. ആമേ, എലീശാ പ്രവാചകന്റെ അടുക്കൽ നയമാൻ പൊന്നും പണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരികയാ. അവിടെ വന്നപ്പോൾ ആമേ പ്രവാചകൻ വളരെ കൂളായിട്ട് പറഞ്ഞു, സാറേ എന്നാ വന്നേ? കുട്ടം മാറാൻ വന്നാ, വേണ്ട അപ്പുറത്തൊരു കുളമുണ്ട്, അവിടെ പോയി കുളിച്ചേച്ച് വരാൻ പറഞ്ഞു. യോർദാൻ നദി പോയി 7 പ്രാവശ്യം കുളിച്ചേച്ച് വരാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, നയമാൻ അങ്ങ് ദേഷ്യം വന്നു. വായിച്ചിട്ടുണ്ടോ ഇതൊക്കെ? എവിടെ ഉണ്ടോ? നയമാന് ദേഷ്യം വന്നെന്ന്. നയമാൻ പറയുകയാണേ, ഞങ്ങളുടെ നാട്ടിലൊന്നും കുളിക്കാൻ കുളമില്ലാഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ വരെ അത്. പുള്ളിക്ക് അങ്ങ് ദേഷ്യം വന്നു. നിസ്സാരമായിട്ട് പ്രവാചകൻ പറഞ്ഞു, അവിടെ പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഉടനെ നയമാന് പറയാ, ആണ് കുളിക്കാൻ വേണ്ടിയാണോ ഇവിടം വരെ വന്നത്? കുട്ടം മാറാൻ വന്നു കുളിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ആ ഭൃത്യൻ പറഞ്ഞൊരു വാചകമുണ്ട്, യജമാനനെ പ്രവാചകൻ വലിയൊരു കാര്യം ചെയ്യാൻ പറഞ്ഞെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നു. ഇന്നും മനുഷ്യന്റെ സ്വഭാവം അതാ. മോക്ഷം കിട്ടണോ? ഒരു വലിയ മരക്കുരിശും ചുമലി വെച്ചോണ്ട് മുട്ടിലെ പെയിന്റും കളഞ്ഞ് ടാർട്ടർ റോഡിൽ കൂടെ ഇടഞ്ഞിടഞ്ഞ് ഇല്ല പരിമലയിലൊന്ന് കയറി വെച്ച് വരാൻ പറഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡുണ്ട്. മോക്ഷം കിട്ടും. അല്ലാതെ ഇവിടെ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുങ്ങിയ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ അവിടെയും പറഞ്ഞേ. എല്ലാം പിടി കിട്ടിയോ? അപ്പൊ ഈ വിശ്വാസത്താലുള്ള രക്ഷ, വിശ്വസിച്ചാൽ മോക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഇത് മനുഷ്യൻ അംഗീകരിക്കത്തില്ല. അവൻ അംഗീകരിക്കണമെങ്കിൽ അവനാവുന്ന പണി 58 ചെയ്തിട്ട് രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടാലേ അവന് വിശ്വാസത്താലുള്ള രക്ഷയ്ക്ക് ചെവി കൊടുക്കത്തുള്ളൂ. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇന്നും മനുഷ്യർ അങ്ങനല്ലേ. ഒരു അസുഖം വന്നു, വേണ്ട അപ്പുറത്തൊരു പാസ്റ്ററുണ്ട്, IPC ചർച്ചുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പറയാം പെന്തിക്കോസിലോ വേണ്ട. അങ്ങനെ വയനാട്ടിലൊരു കേളുമൂപ്പനുണ്ട്, നമുക്ക് പോവാം. വയനാട്ടിൽ താമരശ്ശേരി ചുരം കയറി കേളു വൈദ്യൻ്റെ അടുക്ക പോവും, അവിടെ ചെന്നിട്ട് രക്ഷയില്ല. എന്നാൽ പിന്നെ കാസർഗോഡ് മോഹനം വൈദ്യരെടുത്ത് എന്നാൽ അവിടെ പോവാം, മോഹനം വൈദ്യരെടുത്ത് പോയി രക്ഷയില്ല. പിന്നെ ധ്യാന കേന്ദ്രത്തിൽ എന്നാൽ ധ്യാനം ഡിവൈനിൽ പോയി രക്ഷയില്ല. അവിടുന്ന് പിന്നെ ഭീമാപ്പള്ളി പോയി, പിന്നെ അമൃതാനന്ദം എടുത്ത് പോയി, സകലയിടത്തും പോയി, എന്നിട്ടും രക്ഷയില്ല. അവസാനം പറഞ്ഞു എന്നാ പിന്നെ നമുക്ക്. ഇതാ മനുഷ്യന്റെ സ്വഭാവം. എല്ലായിടത്തും പോയി ഗതിയില്ലെന്ന് വരുമ്പോഴേ അവൻ ഒടുവിൽ ദൈവത്തിൻ്റെ അടുക്ക് വരത്തുള്ളൂ. ഇത് മനുഷ്യന്റെ ഒരു സ്ഥായിയായ സ്വഭാവമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇത് അറിയാലോ. അതുകൊണ്ടാണ് ആമേൻ ഇവന്റെ പ്രവർത്തികൾ കൊണ്ടും ഇവന്റെ യാഗങ്ങൾ കൊണ്ടും ഇവന്റെ വഴിപാടുകൾ കൊണ്ടും ഇവന്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് ഇവന് മോക്ഷം ലഭിക്കത്തില്ല എന്ന് അവന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വാസത്താൽ ഒരു രക്ഷ നിനക്ക് ലഭിക്കും എന്ന കാര്യം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം പ്രമാണം കൊടുത്തിട്ട് പ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് മനുഷ്യന് മോക്ഷം ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടപ്പോൾ വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ മരുഭൂമിയിൽ ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ് ആ ഡെമോ? ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കാൻ മോശയോട് പറഞ്ഞു. മനസ്സിലായോ? ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിപ്പിടിക്ക്. എന്തിനാണ്? ആമേൻ. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരണത്തിന് അധീനരായി പോകുന്ന ആളുകൾ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ മരണം മാറി ജീവനിലേക്ക് കടക്കും. വിശ്വാസത്താൽ, ഒറ്റ നോട്ടത്താൽ മരണം മാറി ജീവനിലേക്ക് കടക്കുന്ന വിശ്വാസത്താലുള്ള രക്ഷയുടെ ഒരു ഡെമോ മരുഭൂമിയിൽ ജനത്തിന് ദൈവം കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? എന്താണ് അതിന്റെ പൊരുൾ? യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം ആമേൻ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അപ്പൊ എന്തിനാ അവിടെ കാണിച്ചു കൊടുത്തത്? ആമേൻ. ഉയർത്തപ്പെടുന്ന ക്രൂശിലേക്ക് നോക്കിയാൽ നരകത്തിന്റെ മരണത്തിന് അധീനരായി കിടക്കുന്ന ആളുകൾ ഉയർത്തപ്പെട്ട കാൽവരിയിലെ ക്രൂശിലേക്ക് നോക്കിയാൽ നരകത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നിത്യജീവനിലേക്ക്
നിനക്ക് പ്രവേശിക്കാം. ഇതിന്റെ ഡെമോയാണ് അവിടെ കാണിച്ചു കൊടുത്തത്. അത് കണ്ടിട്ടാണ് ഈ അടുത്തിടയ്ക്ക് ചില അച്ഛന്മാർ പറയുന്നത്, മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടാ, അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലൊക്കെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിന് പെന്തിക്കോസുകാർ എതിർക്കണ്ടെന്ന്. ഇപ്പൊ അച്ഛന്മാരുടെ ഏറ്റവും മാസ്റ്റർ പീസ് ഡയലോഗാണ് മോശയുടെ സർപ്പം. ആമേൻ. ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ 25-ാം അധ്യായത്തിൽ സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? അതെന്താ നിങ്ങൾ പെന്തിക്കോസുകാരും കാണാത്തതെന്ന്? ഞങ്ങളൊക്കെ അത് എപ്പോഴേ കണ്ടതാ. പക്ഷെ ഞങ്ങൾ അത് മാത്രമല്ല ഉണ്ടാക്കിയത് മാത്രമല്ല കണ്ടത്, പിന്നെന്താ ഉടച്ചതും കണ്ടു. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. എവിടെയാ ഉടച്ചത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം പഠിക്കുമ്പോൾ വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ന്റെ 1 മുതൽ വായിച്ചാട്ടെ. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ ഹോശേയുടെ 3-ാം ആണ്ടിൽ യഹൂദാ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. ആയിക്കോട്ടെ, നല്ല കാര്യം. അടുത്തതായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. നല്ല കാര്യം. 25 വയസ്സിൽ ഭരണം തുടങ്ങി. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. 25-ാം വയസ്സിൽ ഭരണത്തിന് കയറിയവൻ 29 വർഷം ഭരിച്ചെന്ന്. നല്ല കാര്യം. അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. നല്ല പേരല്ലേ? എന്നെന്താ വായിച്ചോ? അവൾ സഖരിയാവിന്റെ മകളായിരുന്നു. സഖരിയാവിന്റെ മകളായ അബിയാണ് ഹിസ്കിയാവിന്റെ അമ്മയെന്ന്. കൊള്ളാം. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. കണ്ടോ? ആമേ. ഉണ്ടാക്കിയത് മാത്രം പഠിപ്പിച്ചാ പോരച്ഛന്മാരെ, ഉടച്ചതും കൂടെ പഠിപ്പിക്കണം. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ എന്ത് ചെയ്തു? ഉടച്ചു കളഞ്ഞു. ഉടയ്ക്കാനുള്ള കാരണം എന്താ കുഞ്ഞേ? വായിക്കേ. ആ കാലം വരെ, ഉടയ്ക്കുന്നത് വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതാ ഉടയ്ക്കാനുള്ള കാരണം. ഒന്ന്, ആളുകൾ ഇതിന്റെ മുമ്പിൽ പോയി ധൂപം ആട്ടാൻ തുടങ്ങി. ആമേ. പിന്നെ അടുത്ത കാരണം, അതിന് നെഹുഷ്ടാൻ എന്ന് പേരായിരുന്നു. അപ്പം മരുഭൂമിയിൽ മോശ താമ്രസർപ്പത്തെ ഉയർത്തിയത് വെളിപ്പെടാൻ പോകുന്ന ക്രൂശുമരണത്തിന്റെ നിഴലാണെന്ന് ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തിട്ട് ദൈവം ആ പദ്ധതി വിട്ടിട്ടും ജനം എന്ത് ചെയ്തില്ല? വിട്ടില്ല. അത് പൊക്കി എടുത്തോണ്ട് പോയി അതിന് പേര് വിട്ടു, നെഹുഷ്ടാൻ എന്ന് പേര് വിട്ടു. അതിന്റെ മുമ്പിൽ കൊണ്ടിട്ട് ആട്ടാനും തുടങ്ങി ധൂപം. ആട്ടാൻ തുടങ്ങിയപ്പോ തമ്പുരാൻ പറഞ്ഞു ഉടക്കിടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉടച്ചത്. അടുത്തത് വായിച്ചോ. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദാ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. അടുത്തത്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതൊന്നുകൂടെ വായിച്ചേ. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആരുടെ കൂടെ? ഉടച്ചവന്റെ കൂടാണോ ആട്ടിയവന്റെ കൂടാണോ? ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ഉടച്ചവന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നു. നീ ആട്ടിക്കൊണ്ട് അവിടെ ഇരുന്നോ? ഉടച്ചവന്റെ കൂടാണ് ദൈവം. മനസ്സിലായോ? ഇന്നും ആട്ടിക്കൊണ്ടിരിക്കുക. ആട്ടുന്ന നിന്റെ കൂടല്ല ദൈവം, ഉടച്ചു കളഞ്ഞവന്റെ കൂടാണ് ദൈവം. അതുകൊണ്ട് ഉണ്ടാക്കിയത് മാത്രം പഠിപ്പിച്ചാൽ പോരാ, പുരോഹിതന്മാര് ഉടച്ചതും കൂടെ പഠിപ്പിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണം കൊടുത്തതിന് 2 ഉദ്ദേശം. 1, തെറ്റെന്ത് ശരിയെന്തെന്ന് മനുഷ്യൻ തിരിച്ചറിയണം. 2, ആമേൻ, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തി കൊണ്ടും അവന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കത്തില്ലെന്ന് മനുഷ്യന് ബോധ്യപ്പെടണം. ഇത് ജനത്തിന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം വിശ്വാസ ുള്ള രക്ഷ ദൈവം മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താണ്? യെശയ്യാ പ്രവാചകൻ വന്ന് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മാനവജാതിയെ പാപത്തിൽ നിന്ന് മോചിപ്പിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ പദ്ധതി ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി പ്രവാചക ശബ്ദം. കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപാണ് യെശയ്യാവ് പറയുന്നത് കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആര് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മകനെ പ്രസവിച്ചപ്പോ മോളായോ? മോൻ തന്നെ ആയിരുന്നല്ലേ? അതാ ദൈവത്തിന്റെ പ്രവാചകൻ. 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ അത് മോനാ. പിന്നെ പുള്ളി മാറത്തില്ല. ഇവിടെ ചിലർ 6 മാസം ഉള്ള പറയും മോനാ കേട്ടോ, പ്രസവിച്ചപ്പോ മോളാ. പിന്നെ ആ വഴി പുള്ളിയെ കണ്ടിട്ടില്ല. അപ്പൊ ഈ കറക്കിക്കുത്തല്ല ദൈവത്തിന്റെ പ്രവാചകൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അല്ല, പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ ഊവ് ഇല്ല അതാ ദൈവാത്മാവ്. അല്ലൊക്കെ നമ്മൾ 100% വിശ്വസിക്കുക. അല്ലാതെ ആകാം, ചിലപ്പോ നോക്കട്ടെ, നിഗമനം അങ്ങനെ ആയിരിക്കാം. ഇതൊക്കെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലെ വാക്കുകളാണ്. അങ്ങനെ നിഗമനം അങ്ങനെയാകാം, ചിലപ്പോൾ ആകാം, അങ്ങനെ സംഭവിക്കാം, ആയിക്കോട്ടെ. ഇതൊന്നും ദൈവത്തിന്റെ വാക്കല്ല. ഇവിടെ ചില ആളുകൾ എന്താ പറയുന്നത്?
നിന്റെ വീട്ടിൻ്റെ അവിടെ ഒരു മാങ്ങയില്ലേ ഉണ്ട്, മാങ്ങയുടെ ഇപ്പുറത്തൊരു തെങ്ങില്ലേ ഉണ്ട്, തെങ്ങിൻ്റെ ഇപ്പുറത്തൊരു പൊളിഞ്ഞ മതിലില്ലേ ഉണ്ട്, അതിൻ്റെ അടുത്ത ഒരു പൊളിഞ്ഞ വീടല്ലേ നിൻ്റെ. ഇപ്പോഴേ കരച്ചിലങ്ങ് തുടങ്ങി പെണ്ണുങ്ങൾ. എന്നിട്ട് പെണ്ണിനോട് ചോദിക്കുകയാണ്, വീട്ടിൽ എത്ര പേരാ നിങ്ങൾ താമസം? ഞങ്ങൾ 4 പേരുണ്ട്. നിങ്ങളുടെ 4 പേരുടെ മേലും ഒരു വലിയ പ്രവൃത്തി. അപ്പം വീട്ടിലെ തെങ്ങ് പരിശുദ്ധാത്മാവിനറിയാം, തേങ്ങ അറിയാം, മതലറിയാം, ഓടിട്ട വീടറിയാം, പക്ഷേ എത്ര പേര് താമസമുണ്ടെന്ന് അറിയത്തില്ല. അത് അമ്മച്ചി പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഇവിടെ ഇവന്മാരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. മനസ്സിലായോ? എൻ്റെ യേശു എരീഹോവിനടുത്തൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ ഏതോ ഒരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് എന്നെ കാണിക്കുന്നു. ഏതെങ്കിലും മരത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എടാ ഉണ്ടെങ്കിൽ ഇറങ്ങി വരാൻ, നിന്റെ വീട്ടിൽ വരാനാന്ന്. ഇങ്ങനെ വല്ലതാണോ യേശു പറഞ്ഞ്? ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ എന്നെ കള്ളനാക്കല്ല് കേട്ടോ. ഇങ്ങനെ വല്ലതും പറഞ്ഞോ യേശു? അവൻ ഇരുന്ന മരത്തിൻ്റെ കീഴെ എത്തി മേപ്പോട്ട് നോക്കി, സക്കായിയേ ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കണം. എന്ത് കൃത്യമാ ദൈവമക്കളെ! ഇതിലൊക്കെ എന്താ നമുക്ക് എതിർപ്പ്? ഇതിലൊന്നും നമുക്കൊരു എതിർപ്പും ഇല്ല. മനസ്സിലായോ? ഇനി ഇറങ്ങി വന്നപ്പം ഇന്നത്തെ ഇവിടെ ഈ അടൂരിലെ കള്ളപ്രവാചകൻ ടിജോയായിരുന്നു സക്കായിയുടെ തലേ കൈവച്ചെങ്കിൽ പറഞ്ഞേ, സക്കായി എന്നൊരു പേരെന്നെ കാണിക്കുന്നു. സക്കായി ഇവിടെ ഏതെങ്കിലും മരത്തിലുണ്ടോ? അതാണ് ഒന്ന്. നീ എങ്ങാനും ഇറങ്ങി വന്നാലോ കൈവച്ചിട്ട് പറയും, സക്കായി അല്ലേ, പ്രാപിച്ചോ. നീ ഇന്ന് വരെ 6% ചുങ്കുവാ പിരിച്ചെങ്കിൽ ഇനി മുതൽ 8% പിരിക്കാൻ പോവാ. പ്രാപിച്ചോ, പിടിച്ചോ. യേശുവിൻ്റെ വിളി കേട്ടിറങ്ങി വന്നവനോട് അങ്ങോട്ടൊന്നും പറയും മുമ്പേ ഇതാ ഇങ്ങോട്ട്, കർത്താവ് എൻ്റെ സമ്പത്തിൽ പകുതി ദരിദ്രയ്ക്ക് കൊടുത്തോളാം. യേശു വല്ലതും പറഞ്ഞു? അതാ മാനസാന്തരം. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ രക്ഷവത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാഹളം തൊന്നിക്ക് മേൽക്കൂരയൊക്കെ പറന്നു പോകുന്നതാണോ? അല്ലെന്ന്. ഇവൻ്റെ ഒറ്റ മാനസാന്തരത്തിൽ വീട്ടിൽ രക്ഷ കയറിയെന്ന്. മനസ്സിലായോ? അപ്പോൾ ഒറ്റ ദൂത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടു. കിട്ടിയോ? അതാ ദൈവ പറയുന്ന ദൂത്. ഇനിയുണ്ടല്ലോ ശമരിയക്കാരത്തി അല്ലേ, യേശു ഇങ്ങോട്ട് ഒറ്റ ദൂത്, സ്ത്രീയെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടോ? ഇപ്പോഴുള്ളവനോ നിന്റെ? കിടുങ്ങിപ്പോയവള്. മനസ്സിലായോ? അതൊക്കെയാ ദൂത്. ഇവന്മാരെങ്ങാണോ ആ ചേച്ചിയെ കണ്ടെങ്കിലോ, സഹോദരി 5 എന്നെ കാണിക്കുന്നു. 5. ഈ 5 പറയുന്ന അക്കവും നിന്റെ ജീവിതവുമായി എന്തോ ഇതൊക്കെയാ നമ്മൾ എതിർക്കുന്നത്. മനസ്സിലായോ? യേശു കർത്താവ് ഒറ്റ നോട്ടമാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. കിടുങ്ങി. ആ ഒറ്റ ദൂത് അവളെ പ്രാരാബ്ധ പാത്രം അവിടെ താത്ത് വെച്ചോട്ടെ പട്ടണവാതിക്കലൊക്കെ ഓടി. അവൾ അറിഞ്ഞ യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. അവളൊരു 5 ലക്ഷത്തിൻ്റെ ക്രൂസേഡ് നടത്തിയില്ല. പകരം അവൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തം ആ പട്ടണത്തിൽ പലരും കർത്താവിനെ വിശ്വസിച്ചു. ഒറ്റ ദൂതാ. അതുകൊണ്ട് ദൂതില്ലെന്നൊന്നും ഞങ്ങൾ പറയുമോ? പക്ഷെ ഇത് തിരിച്ചറിയണം. ഈ ചക്കും ചുക്കും ഒന്നും അല്ല ദൂത്. അതുകൊണ്ട് വിളിച്ചു പറയാം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന പ്രവചനത്തെ അടിവരയിട്ടുറപ്പിച്ചുകൊണ്ട് 300 വർഷം പിന്നിട്ടപ്പോൾ മീഖാ പ്രവാചകൻ വന്ന് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും കൂടെ അങ്ങ് പറഞ്ഞു. എഫ്രാത്ത് എന്ന ഗ്രാമത്തിൽ, ബത്ലഹേം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ, എഫ്രാത്ത് എന്ന് പറഞ്ഞ വില്ലേജിൽ ജനിക്കുമെന്ന് പറഞ്ഞു. അല്ലേ? സകല പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവത്തിന്റെ രൂപം എടുക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിനല്ലേ പറ്റൂ. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായ മരണം, പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യ നരകം, ശിക്ഷാവിധിയായ മരണം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശു നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്ക് നോക്ക്, നിനക്കൊരു കാഴ്ച കാണാം. 1000ങ്ങളിൽ 10000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ കണ്ടോ? കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസക്കഷ്ണം പോലെ ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസക്കഷ്ണങ്ങൾ ഇളകിത്തെറിച്ചു പോയിട്ടും കൂർത്ത കാരിരുമ്പാണികൾ തലയോട്ടിക്കകത്ത് തുളച്ചു കയറുമ്പോൾ ചീറ്റിത്തെറിക്കുന്ന രക്തത്തുള്ളികൾക്കിടയിലും സൗമ്യനായി ഒരക്ഷരം മറുത്തു പറയാതെ കിടക്കുന്ന യേശുവിനെ കണ്ടു. ചോദിക്കെന്താ യേശുവേ, എന്താ നീ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ വിളിച്ചു പറയും, അത് നിനക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. എൻ്റെയും നിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം സ്വന്തം ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. എന്നെയും നിന്നെയും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം അതാ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് എൻ്റെയും നിന്റെയും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം സ്വന്തം ചുമലിൽ ഏറ്റുവാക്കിക്കൊണ്ട് സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുപ്പാൻ, കർത്താവിന്റെ സന്നിധിയോടെ തിരികെ ചേർപ്പാൻ, ഏദനിൽ നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരിച്ചു തരുവാൻ സാക്ഷാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു.
കണ്ടോ കാൽവരിയിൽ? കണ്ടോ? ആമേൻ. മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കേ. 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ കയറെ തൂങ്ങുന്ന കാലം, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് പാളത്തിൽ ചാടുന്ന കാലം, അങ്ങനെയെങ്കിൽ അവസാനത്തെ തുള്ളി രക്തവും വരെ ഊറ്റി തന്ന് സ്വന്തം പ്രാണനെ തന്ന് നിന്നെ സ്നേഹിച്ച കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ, കാൽവരിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? എത്ര പാളത്തിൽ ചാടിയാൽ ഒക്കും? എത്ര കയറെ തൂങ്ങിയാൽ പകരമാകും? ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചോണ്ട് നീ എനിക്ക് വേണ്ടി ചാകടാന്ന് പറഞ്ഞില്ലല്ലോ. പകരം ഒന്നല്ലേ പറഞ്ഞുള്ളൂ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്ക്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്ക്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ഈ സ്നേഹം അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഞങ്ങൾക്കറിയാം ആ കർത്താവിൻ്റെ സ്നേഹം എന്താന്ന് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്കറിയാം. ആമേൻ. ഇന്ന് ഇവിടെ വീണ് മരിച്ചാലും ചാകാൻ ഞങ്ങൾക്ക് ഭയമില്ല. ചിലർ ഞങ്ങളോട് ചോദിക്കും, റോഡിലിറങ്ങി ഇങ്ങനെ പ്രസംഗിക്കാൻ പേടിയില്ലെന്ന്. ആമേൻ. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് സന്തോഷമാ. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാ. ഹല്ലേലൂയ. കാരണം ഞങ്ങൾ പഠിച്ച സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷമല്ല. ആമേൻ. കർത്താവ് പറഞ്ഞ എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെ അമ്മ വീടോ വസ്തുവോ നിലങ്ങളോ മക്കളെയോ വേണ്ട സ്വന്തം പ്രാണം കൂടെ വിടാൻ മടിയുള്ളവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ലെന്നാ. ആമേൻ. ഇന്ന് നമുക്ക് ഇതൊക്കെ വിടാനാ മടി. പാസ്റ്റർ പറയുന്ന എല്ലാം ശരിയാന്ന് ഞങ്ങൾക്ക് അറിയാം പാസ്റ്ററെ. പക്ഷേ 5 അച്ഛന്മാരുള്ള കുടുംബമാണ് ഞങ്ങളുടെ, 2 കന്യാസ്ത്രീയുള്ള കുടുംബമാണ് ഞങ്ങളുടെ. കർത്താവ് പറയാ, എൻ്റെ നിമിത്തം നിനക്കിത് വിടാൻ പറ്റത്തില്ലെങ്കിൽ നീ എൻ്റെ ശിഷ്യനായി ഇരിക്കണ്ട. ചിലത് വിടേണ്ടി വന്നാൽ വിടണമെന്ന് യേശു പഠിപ്പിച്ചപ്പോൾ അപ്പൻ ഇവിടുത്തെ ഉപദേശിമാർ പഠിപ്പിക്കുന്നത് പ്രാപിക്ക് ഇതുവരെ പ്രാപിച്ച വസ്തുവല്ല, ഇനി അടുത്തത്. ആമേൻ. വിടാനാ യേശു പറഞ്ഞേ. ഇപ്പോൾ ഉപദേശിമാർ പ്രാപിക്ക്. ഒരു കാലത്ത് തങ്കു പറഞ്ഞ സാക്ഷ്യമൊക്കെ എനിക്കറിയാം. എൻ്റെ ബിസിനസ് എല്ലാം പൊട്ടി തകർന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തകർന്നിരുന്നപ്പോൾ ഞാൻ യേശുവിനെ കണ്ടു. ആമേൻ. അന്ന് ഞാൻ സറണ്ടർ ചെയ്തു. ഇനി എൻ്റെ ജീവിതത്തിൽ എല്ലാ ബിസിനസ്സും മാറ്റിവെച്ച് ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങാമെന്നൊക്കെ ഒരു കാലത്ത് തങ്കു പറഞ്ഞു കേട്ട് ഞാനും സ്വോത്രം പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആമേൻ നമ്മുടെ നാട്ടിൽ സവാളയ്ക്ക് 200 രൂപ ആയപ്പോൾ തങ്കു ഫേസ്ബുക്കിൽ പരസ്യമിട്ടു, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ 65 രൂപയ്ക്ക് തരാമെന്ന്. എന്ന് പറഞ്ഞാൽ വിട്ട ബിസിനസ്സൊക്കെ തിരിച്ചു വന്നു. കോട്ടയത്ത് സൂപ്പർ മാർക്കറ്റായി, ചിലയിടത്ത് AC ഷോറൂമായി, കായൽ തീരത്ത് റിസോർട്ടായി, വീടുകളായി. വിട്ടതൊക്കെ പലരും തിരിച്ചു പിടിച്ചു. കാരണം അവരൊക്കെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക. യേശു പഠിപ്പിച്ചത് ഒഴുക്കല്ല, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാ. മനസ്സിലായോ? പുസ്തകത്തിന് വിപരീതമായി പഠിപ്പിക്കുമ്പോൾ കൈയടിച്ച് എന്നിട്ട് പറയുന്നയാ അവിടെ 1000 ലഗ്യവൻ 6000 ഉണ്ടോ, നീ വലിയ 1000 കണക്കൊന്നും പറയണ്ട. ആമേൻ. എമ്മേവർഗീസ് പറഞ്ഞു, ഞങ്ങളവിടെ 22,000. എന്ത് വിവരക്കേട് കേട്ടാലും കൈയടിക്കുന്ന 22ത്തേക്കാൾ നല്ലത് നല്ല വചനത്തിൽ പുറപ്പ് പത്യോപദേശം പ്രാപിച്ച 10 എണ്ണമല്ലേ നല്ലത്? സ്വോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? ആളിൻ്റെ എണ്ണം പറയല്ലേ. ബിവറേജിൻ്റെ മുമ്പിൽ നല്ല ആളുകളുണ്ട്, ആളിൻ്റെ എണ്ണം പറയരുത്. പ്രമാണത്തിൽ നിൽക്കുന്ന നോക്ക ദൈവത്തെ അനുസരിക്കാതെ നോഹയുടെ അരുളപ്പാട് കേൾക്കാതെ അഴുകി ഒഴുകി ജലപ്രളയത്തിൽ ഒഴിച്ചുപോയ ലക്ഷങ്ങളിൽ ഒന്നാകണോ, അതോ അനുസരിച്ച് രക്ഷ പ്രാപിച്ച 8-ൽ 1 നിനക്ക് താല്പര്യം? പറ. 8 എണ്ണത്തിൽ 1 നിൽക്കാനാണോ നിന്റെ പ്രാർത്ഥന? ലക്ഷങ്ങളിൽ 1 നിൽക്കാനാണോ പ്രാർത്ഥന? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. നാം ഇങ്ങനെ അനേക സുഖങ്ങളിൽ കൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. അങ്ങനാണോ? പിന്നെ എങ്ങനാ? പറ. നാം ഇങ്ങനെ ഈ വാക്യമൊക്കെ എന്നാ മാറ്റിയോ? കീറി കളഞ്ഞോ? ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ചിലരുടെ ചർച്ചയിലൊന്നും ഇല്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ ഇതിനകത്തിരിക്കുന്നവരോട് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, ഇനി ഇവിടുന്ന് ഈ നിമിഷം മുമ്പോട്ടുള്ള ജീവിതം, ഒരു നിമിഷം 1 മണിക്കൂർ എൻ്റെ ആയുസ് ദൈവം എനിക്ക് തന്നാൽ എനിക്ക് കർത്താവിൻ്റെ ഭക്തനായി ജീവിക്കണം, ഭക്തയായി ജീവിക്കണം. അതിനുവേണ്ടി ശ്രമിക്കും എന്ന് പോലും ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലെങ്കിലും ആഗ്രഹമുള്ളവർ ഒരു സ്വോത്രം പറഞ്ഞേ. ഉണ്ടല്ലോ? 1 തിമോത്തിയോസ് 3:12 ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉറക്കെ പറ, ഉപദ്രവം ഉണ്ടാവും. ഈ കൈ പൊക്കിയവർക്കെല്ലാം എന്തുണ്ട്? നിങ്ങൾക്ക് മനസ്സുണ്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾക്കെല്ലാം എന്തുണ്ട്? ഉണ്ട്. ഈ ഉപദ്രവം മാറാനാണ് ഉപവാസം. എന്ത് മിണ്ടാത്ത? ഇത് മാറാനാ ഉപവാസം. 21 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാൻ വല്ലതും ക്രമീകരിക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇരിക്കെ. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വർധനവിന് വേണ്ടി, എൻ്റെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി, ഞാൻ ഇനിയും ക്രമീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ അങ്ങയുടെ സന്നിധി ഉപവാസത്തോടിരിക്കുക. ഇരുന്നിട്ടുണ്ടോ?
ഇരിക്കുന്ന മുഴുവൻ ഭൗതിക വിടുതൽ, ഭൗതിക വിടുതൽ, ഭൗതിക വിടുതൽ. സ്തോത്രം. കുത്തുന്നുണ്ടല്ലേ? പരിശുദ്ധാത്മാവായതുകൊണ്ടാ. നോക്ക, അവൻ സർവ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ എന്റെ കർത്താവ് കാൽവരിയിൽ തന്റെ പ്രാണനെ യാഗമാക്കി. അരിമത്ഥ്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയ്ക്കൽ എന്റെ കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി വെട്ടിയാറിനോട് വിളിച്ചു പറയാം, 3 ആണി കൊണ്ട് അരിമത്ഥ്യക്കാരന്റെ കല്ലറ കൊണ്ട് എന്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ അബ്ദുൽ സലാം വരത്തില്ല. വെട്ടിയാറ് 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം വരത്തില്ല. പിന്നെ എന്തിനു പാടുന്നു, എന്തിനു പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടിക്കൂടിന് മുമ്പിലല്ല. പിന്നെയോ ഉലക മഹാന്മാരകിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങി ഒടുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കിടക്കുമ്പോൾ ഇന്ന് രാത്രി മരണത്തെ ജയിച്ച ഒരേ ഒരുവൻ, അത് യേശു ക്രിസ്തു മാത്രം. സകലമാന കല്ലറയ്ക്കലും സൂസമ്മ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു, ചാക്കോച്ചൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു, തോമസ് ഊട്ടി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അതാ തുറക്കപ്പെട്ട കല്ലറവാതിക്കൽ എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ലോ, അവൻ ഇവിടെ ഇല്ലോ, യേശു ഇവിടെ ഇല്ലോ, യേശു ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലതവണ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി. അവൻ ഇന്നും ജീവിക്കുന്നവനെന്ന് തെളിയിച്ചു. യേശു ഇന്നും ജീവിക്കുന്നവനെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എൻ്റെ സന്തോഷത്തിന് ഒന്നുകൂടൊന്ന് കൈവക്കിയ നിങ്ങൾ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോന്നറിയാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നല്ലേ? സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ ചിലരുടെ വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ജീവിക്കുന്നല്ലേ? സ്തോത്രം. ചിലരുടെ വീട്ടിൽ ചത്തുകുത്തി ഭിത്തിയാൽ ഇവിടെ പ്രായമുള്ളൊരു പിതാവിരിപ്പുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകൻ ഇദ്ദേഹം സിറ്റൗട്ടി പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മോൻ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് ഭിത്തിയിൽ ആണി അടിച്ചു വെച്ച് മാലയിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ മുമ്പിലോട്ട് എന്നിട്ട് പറയാം, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം സ്കൂൾ വിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു ഇന്ന് പകൽക്കാലം 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം സ്കൂളിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. എന്തായിരിക്കും അച്ചാൻ്റെ ഒരു മാനസികാവസ്ഥ? സന്തോഷമാണോ? ഹല്ലേലൂയ. നന്നായിടാ മക്കളെ, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയൂ. അപ്പൻ്റെ ചങ്ക് പടയ്ക്കും. അപ്പൻ ചോദിക്കും, എന്നാടാ നീ കാണിക്കുന്നേ? വടികൊണ്ട് പോലെ ജീവനോടിരിക്കുന്ന എൻ്റെ ഫോട്ടോ എടുത്ത് ഭിത്തിയെ വെച്ച് മാലയിട്ടിട്ട് 100 രൂപ തരാനോ? ഓടറാന്ന് പറഞ്ഞ് അടി കൊടുക്കും അല്ലേ? അങ്ങനെയെങ്കിൽ യേശു ജീവിക്കുന്നെന്ന് വാഗൊണ്ട് പറയുകയും അവനെ മരിച്ചവനെ പോലെ ഭിത്തിയിലാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിയെ നിനക്കയ്യോ കഷ്ടം. യേശു ജീവിക്കുന്നു. ആമേൻ. ചിലരുടെ വീട്ടിൽ യേശു കഴിഞ്ഞ മാസം ജനിച്ചേ ഉള്ളൂ. ഏതേ 25. എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും. 1 വയസ്സ് പോലും വളരാൻ ഇന്ന് വരെ ഇവർ അനുവദിച്ചിട്ടില്ല. അടുത്ത ക്രിസ്മസ് വരെ ആയാലല്ലേ 1 വയസ്സാകൂ, സമ്മതിക്കുകയല്ല. അതിനിടയ്ക്ക് വെച്ച് പോയി എന്ത് ചെയ്യും? കൊന്നുകളയും. VVIPകളൊക്കെ കാറേ വന്ന കടക്കാരോട് യേശുവിന് എന്താ വില? 150. യോസേപ്പിനോ 100. മറിയയ്ക്കോ 100. ദൂതന്മാർക്കോ 50. ഭയങ്കര വിലയാണല്ലോടോ സാറേ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കുടുംബമായിട്ട് എടുത്താൽ 200 രൂപയ്ക്ക് തരാം. യേശുവിൻ്റെ കുടുംബത്തിൻ്റെ വില 200. 3 മാസം കഴിഞ്ഞ് കിളയക്കാരൻ വന്ന് പറമ്പ് കിളയ്ക്കുമ്പോൾ യേശുവിൻ്റെ നില വാഴ ചുവട്ടിന്ന്, യോസേപ്പിൻ്റെ കാല് തെങ്ങും ചുവട്ടിന്ന്. കാര്യം അടുത്ത വർഷം വേറെ യേശു വേറെ കടയെന്നല്ലേ വരുന്നത്. നാണമില്ലയോടോ ക്രിസ്ത്യാനി, നിനക്കെന്ന് നേരം വെളുക്കും? ആമേൻ. നിന്റെ ദൈവം ആരാ? നിന്റെ ദൈവം ആരാ? അപ്പോസ്തലപ്രവൃത്തി 17:24 വായിച്ചോടെ. നിന്റെ ദൈവം ആരാ? കേട്ടോ, നിന്റെ ദൈവം ആരാന്ന്? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്നു. ദൈവം ആരാ? സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. പന്തളം പഞ്ചായത്തിൽ ഒതുങ്ങിയിരിക്കുന്നവനല്ല ദൈവം. കൊല്ലം ജില്ലയിൽ ഒതുങ്ങിയിരിക്കുന്നവനല്ല ദൈവം. ഭൂതലത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കണ്ടോ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം. എന്നാ
കേരളത്തിൽ പ്രളയം വന്നപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നോ? ടി വിയിലെങ്കിലും കണ്ടല്ലോ. ചെങ്ങന്നൂരൊക്കെ വന്നല്ലോ പ്രളയം. കൊല്ലവും തിരുവനന്തപുരമേ ഉള്ളൂ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇനി എന്തോ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഉണ്ട്, പണിയുണ്ട്. ഏതായാലും രക്ഷപ്പെട്ട് നിൽക്കുക ഇപ്പം തൽക്കാലം. അതുകൊണ്ട് ഈ പ്രളയം വന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ, സത്യസന്ധമായി മറുപടി പറയണം. ഈ പ്രളയം വന്ന് ഇങ്ങനെ ഒഴുകി ഒക്കെ പോയ സമയത്ത് നമ്മുടെ ചാക്കോച്ചൻ്റെ വള്ളിയിലിരുന്ന യേശു വെള്ളത്തിലൂടെ ഒഴുകി നടന്നില്ലേ? വാതൊന്ന് പറ, ഇല്ലേ? അപ്പൊ ചാക്കോച്ചൻ ഹെലികോപ്റ്ററിനെ നോക്കിയിട്ട്, ഹെലികോപ്റ്ററേ പ്ലീസ് വേഗം വരൂ, എൻ്റെ യേശുവിനെ ഒന്ന് രക്ഷിക്കൂ, അങ്ങനെയാണോ പറഞ്ഞേ? അതോ എന്നെ രക്ഷിക്കുമെന്നാണോ? എന്തോ പറഞ്ഞേ? സത്യസന്ധമായി പറ. എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ വന്ന് ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ക്യാമ്പിൽ കൊണ്ടുപോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ യേശു അവിടെ ചെളി പിടിച്ച് കിടക്കുക. ചാക്കോച്ചൻ എന്നെ തുടച്ചെടുത്ത് ഷോക്കേഴ്സ് കൊണ്ടുവച്ചിട്ട് പറയാ, എന്നെ രക്ഷിക്കണേന്ന്. നിനക്ക് എന്ന് നേരം വെളുക്കോടൂ? പിടികിട്ടിയോ? അതാ ഇവിടെ പറഞ്ഞത്. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം. IPC കർമ്മേൽ ചർച്ചിനകത്ത് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സെക്രട്ടറി പൂട്ടിയിട്ട്, യേശുവെ അപ്പോൾ അടുത്ത ആഴ്ച കാണാം കേട്ടോ എന്ന് പറഞ്ഞ് യേശുവിനെ അതിനകത്തിട്ട് പൂട്ടിയച്ചല്ല വരുന്നത്. പിന്നെന്തിനാ നിങ്ങൾ അവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യ ഇറങ്ങി വരാമെന്ന് വാഗ്ദത്വം ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇറങ്ങി വരുന്നത്. ആ സാന്നിധ്യത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിച്ച ദൈവകുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുന്ന എന്റെയും നിന്റെയും ഹൃദയമാകുന്ന ദേവാലയത്തിൽ, ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുവാനത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇറങ്ങിപ്പോകുന്ന എൻ്റെയും നിന്റെയും ഹൃദയം ദൈവത്തിന് വസിക്കാൻ തക്കവണ്ണം അഴുക്കിനെയെല്ലാം നീക്കിക്കളഞ്ഞ് ആത്മാവിലും ജഡത്തിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികച്ചാൽ നിന്റെ അകത്ത് ദൈവം വസിക്കും. അതിലോട്ടൊന്നും പോകാൻ സമയമില്ല, പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേൻ. അതിനകത്ത് കുടിയിരിക്കുകയല്ല. അതുകൊണ്ട് പെന്തിക്കോസുകാര് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഭൂമി ഒന്ന് കുലുങ്ങിയാൽ ഇതും ചിലപ്പോൾ ഇടിഞ്ഞ് വീഴാം. അപ്പം ഞങ്ങൾ വെളിയുന്നുണ്ട്, അയ്യോ എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്നൊന്നും പറയത്തില്ല. എന്താ? യേശു അതിനകത്ത് കുറ്റിയടിച്ചിരിക്കുകയല്ല. കാരണം എന്താ? കൈപ്പണിയായ കെട്ടിടങ്ങളിൽ അവൻ വസിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? കണ്ണു തുറക്ക. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നില്ല. അടുത്ത വാക്യം എന്താ? താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യന്റെ കൈകൊണ്ട് ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവം സകല മനുഷ്യർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്ന ദൈവമായതുകൊണ്ട് വല്ലതിനും മുട്ടുള്ള ഭിക്ഷാന്തേഹിയെ പോലെ നീ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി വഴിയരികിലിരിക്കുന്ന ഭിക്ഷാന്തേഹിയല്ല ദൈവം. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? സൂര്യനെ അടുത്തോട്ട് പോകാൻ നിനക്ക് പറ്റുമോ? കരിഞ്ഞു പോകും. ആ സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ തേജസ് ഒന്ന് സങ്കല്പിച്ചേ. ആ തേജസ്സുള്ള മഹാദൈവം ഇവിടുത്തെ തോമസ് കുട്ടിയോട് പറ, തോമസ് കുട്ടി ഇരട്ടത്തിരിക്കോടാ, ഒരുപാട് മെഴുകുതിരി ഇങ്ങോട്ട് എത്തിയടാ പ്ലീസ്. എന്ത് ഗതികേടാടോ. സമുദ്രത്തിന്റെ ആഴമളക്കാൻ ഇന്ന് വരെ ഒരു സയൻസിന് ഇവിടെ കഴിഞ്ഞിട്ടില്ല. ആ ദൈവം ഇവിടുത്തെ ചാക്കോച്ചൻ, ഒരു ഗ്ലാസ് വെള്ളം തേടാ, ഇന്നലെ ചായ വന്നില്ല കേട്ടോ. എന്തുവാടേ, ബോധമുണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിച്ചേ. ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യന്റെ കൈ കൊണ്ടൊന്നും ആവശ്യപ്പെടുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നവനാണ്. യേശു മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യഗണത്തിന് പലതവണ പ്രത്യക്ഷനായി. സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യഗണത്തിന് ഒരു അന്ത്യകൽപ്പന കൈമാറി. എന്താ അന്ത്യകൽപ്പന? നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. കൽപ്പന ഏറ്റെടുത്ത ശിക്ഷഗണം നിൽക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുകയാണ്. അത് നോക്കി നിൽക്കുന്ന ശിക്ഷഗണത്തോട് സ്വർഗത്തിൽ നിന്ന് മാലാഖവൃന്ദം ഇറങ്ങി വന്ന് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, പ്രവൃത്തി 1:11, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഇതേ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. യേശു വീണ്ടും മടങ്ങി വരും. ആമേൻ. അതിന്റെ ലക്ഷണങ്ങൾ ഇന്ത്യയിലും കണ്ടു തുടങ്ങിയേക്കുന്നു. യേശു വരാൻ പോവുകയാ. ഇത് കേട്ടുകൊണ്ട് നോക്കി നിന്ന ശിക്ഷകണം ആമേൻ പിന്നീട് എന്ത് ചെയ്തു? വായിക്കാം 12-ാം വാക്യത്തിലേക്ക് വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചു. അവർ യെരൂശലേമിന് സമീപത്ത്, ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു ചിന്ത കൂടെ പറഞ്ഞു നിർത്തും. ആമേൻ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് ആമേൻ നോക്ക് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ വായിക്കേ,
അവിടെ എത്തിയപ്പോൾ ആ. അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. ശ്രദ്ധിച്ച് കാത് തുറന്ന് കേട്ടോണം. ആമേ, മാളിക മുറിയിലോട്ട് കേറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഇനി പത്രോസ്. നിൽക്കട്ടെ. പത്രോസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒന്നാമത്തെ പോപ്പ് എന്ന് കത്തോലിക്കായും മറ്റ് ക്രൈസ്തവ സഹോദരങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന ഒന്നാമത്തെ പോപ്പ് പത്രോസ് ലീഗ. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും. എന്താ ഒന്നുകൂടെ? യേശുവിന്റെ അമ്മയായ മറിയയോടും. അപ്പൊ അതൊന്ന് പറയട്ടോണേ. യേശുവിന്റെ അമ്മയായ മറിയയോടും. അപ്പോ മാളിക മുറിയിൽ കയറിപ്പോയവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ പോപ്പായ പത്രോസും യേശുവിന്റെ അമ്മയായ മറിയയും ഉണ്ടോ? ഉണ്ട്. വായിച്ചോ. അവന്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ആയിക്കോട്ടെ. എന്ത് സംഭവിച്ചു? ആമേ, 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ് നാൾ വന്നപ്പോൾ. പെന്തക്കോസ് നാൾ എന്ന് പറഞ്ഞാൽ 50-ാം പെരുന്നാൾ ദിവസം വന്നപ്പോൾ, പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും ആമേ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരുന്നു. കണ്ടോ? ആ കൂടിയിരുന്ന കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. നിൽക്കട്ടെ, ശ്രദ്ധിക്കണം. അഗ്നിജ്വാല പോലെ എന്ന പദം, ഈ പോലെ എന്ന പദം മറ്റു പലയിടത്തുമുണ്ട്. മറ്റൊരു സ്ഥലത്ത് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ, ചിലയിടത്ത് പ്രാവിനോട് ഉപമിച്ചു, ഇവിടെ തീയോട് ഉപമിച്ചു. അങ്ങനെ പലയിടത്തും ഉപമയായി എഴുതിയിട്ടുണ്ട്. യഹോവയായ ദൈവത്തെ ആമേ കളിമണ്ണിനോടും കുശവനോടും, ഇസ്രായേലമേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ പോലെ എന്ന പദം എവിടെ വന്നാലും അതെന്താ? ഉപമയാണ്. അപ്പൊ കളിമണ്ണിനെ ഇസ്രായേലത്തോടും കുശവനെ ആരോട് ഉപമിച്ചു? ദൈവത്തോടും. അപ്പൊ ദൈവം അതിൻ്റെ അർത്ഥം അത് അക്ഷരീകമായി വ്യാഖ്യാനിച്ച് ദൈവം കൊശവനാന്നാരെങ്കിലും പറയൂ? അത് ആലങ്കാരിക പ്രയോഗം, ഉപമയായി രേഖപ്പെടുത്തി. അതുപോലെ പലയിടത്തും ഉപമയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് സംഭവിച്ച എന്താ? ഉപമയെ അക്ഷരീകമാക്കി ഇപ്പൊ പ്രസംഗിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തീയ, അഗ്നി അഭിഷേകം, ഫയർ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പയറാക്കി വെച്ചിരിക്കുകയാണ്, തീയാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഈ ഉപമയെ ഉപദേശമാക്കി അക്ഷരീകമാക്കി മാറ്റി. എൻ്റെ ഭാഗ്യത്തിന് യുവന്മാരുടെ കണ്ണിൽ ഒരു വാക്യം പെട്ടില്ല. ഞാൻ പെടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തെന്നറിയാമോ? ഇസ്രായേലേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു. നിനക്കോ യോധന്മാരാരും കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ടാൽ അപ്പോഴേ ഇവൻ അടുത്ത പാട്ടെഴുതും. കോഴി പോലെ ഇറങ്ങണമേ, നല്ല ചുണ്ടും കൊണ്ടു കൊത്തേണമേ എന്നൊക്കെ എഴുതി കളയും കേട്ടോ. ഇപ്പൊ കത്തട്ടെ എന്നേ പറയുന്നുള്ളൂ. ഇനി കൊത്തട്ടെ കോഴി കൊത്തട്ടെ എന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് ദയവായിട്ടുമാരും കാണാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. എന്തെല്ലാം മെനകേടാന്ന് നോക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന അവർക്ക് പ്രത്യക്ഷമായവരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കേട്ടോ, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെയാണല്ലോ പൊതുവെ നാട്ടുകാർ എന്ത് വിളിക്കുന്നത്? ഉറക്കെ പറ. പെന്തക്കോസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോസിനകത്ത് ആരൊക്കെ ഇരിപ്പുണ്ട്? യേശുവിൻ്റെ അമ്മയായ മറിയയും ഒന്നാമത്തെ പോപ്പായ പത്രോസും. അതുകൊണ്ട് ഞങ്ങൾ അമ്മയില്ലാത്തവരാന്ന് മേലാ പറഞ്ഞേക്കരുത്. അമ്മ ഞങ്ങളുടെ കൂടെ നല്ല ഒന്നാം തരം പെന്തിക്കോസുകാരിയാണ് മറിയ. പിടികിട്ടിയോ? അതുകൊണ്ട് ഞങ്ങൾ അമ്മയില്ലാത്തവരാന്ന് പറയരുത്. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച കൂട്ടത്തിൽ പോപ്പും ഉണ്ട്, അമ്മയും ഉണ്ട്. അതുകൊണ്ട് പോപ്പിൻ്റെ ആളുകൾ ഞങ്ങളാ, അമ്മയുടെ ആളുകൾ ഞങ്ങളാ. അമ്മ ഞങ്ങളുടെ പള്ളിയില്ല, നിങ്ങളെ പള്ളി പടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പടം വെച്ചോ, അമ്മ ഞങ്ങളുടെ കൂടെ ജീവനോടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ആമേൻ. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾക്ക് അന്യഭാഷ ഉണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ ഈ അടുത്ത ആടാണ്ട് ഇടയ്ക്ക് ചോദിക്കുന്നു കേട്ടു, ഷമീർ കൊല്ലം അന്യഭാഷ പറയുന്നത് കേട്ടിട്ടില്ലെന്ന്. എടാ, നീ കേൾക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ ബെഡ്റൂമിൽ വന്നിരുന്ന് ഞാൻ പറയാൻ പറ്റുമോ? എടാ, ഇത് ആത്മനിയോഗത്താ പറയുന്നതാ. അതെല്ലാവരും കേൾക്കാം. മൈക്കി കേട്ട് എന്നാ ഇപ്പൊ പിടിച്ചോന്ന് അങ്ങനെ പറയുന്ന പുള്ളികളുണ്ട്. നമ്മളെ കൊണ്ട് മനസാക്ഷിയെ വഞ്ചിക്കാൻ ഒക്കത്തില്ല. അത് വരേണ്ട സമയത്ത് വന്നോളും, പറയേണ്ടത് ആത്മാവിൽ പറഞ്ഞോളും. ആ അനുഭവമൊക്കെ പ്രാപിച്ചതാ. മനസ്സിലായോ? ഇപ്പൊ ചില ഈ ബൈബിളിൽ പറയുന്ന അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, പിന്നെ അത് നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കും. അപ്പൊ ഇവിടെ ഒരു ഉപദേശി അന്യഭാഷയിൽ ഇങ്ങനെ നിൽക്കുക. ആരോടാ സംസാരിക്കുന്നത്? ബൈബിൾ പറയുന്ന ആരോടാ സംസാരിക്കുന്നത്? ദൈവത്തോട്. അപ്പൊ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഏതില്?
അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ചർച്ചിന്റെ വാതിലിൽ ഒരാൾ വന്നു. അപ്പൊ ഈ ഉപദേശി വായുന്നെന്തോ വരുന്നേ അന്യ, അപ്പോഴും വായുന്നെന്തോ വരുന്നേ, ആരോടായി സംസാരിക്കുന്നത്? നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. അത് അന്യായ ഭാഷയാണ്. ആമേൻ. ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കും. അത് അനുഭവങ്ങൾ, പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലും ആരാധനയുടെ അനുഭവങ്ങളിലും വ്യക്തിപരമായ അനുഭവത്തിലും ഒക്കെ അത് വെളിപ്പെട്ടെന്ന് വരാം. 10 പേര് കേൾക്കാൻ വേണ്ടി വിളിച്ചു കൂവി അല്ല അന്യഭാഷ പറയണമെന്ന് നിർബന്ധം. അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കെന്നാ വണക്കം. പക്ഷേ നിന്നെ കേൾക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞു തരാനൊന്നും തൽക്കാലം സൗകര്യപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ത് വന്നു? അമ്മയും പോപ്പും വന്നു. അടുത്തൊരു ചിന്ത പറഞ്ഞ് നിർത്തുക. ഈ ആത്മാവ് നിറഞ്ഞവനായിട്ട് ആര് പ്രസംഗിക്കാൻ എഴുന്നേറ്റു? പോപ്പ് പത്രോസ്ലീഹ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് ഈ ഇറങ്ങി വന്ന ആത്മാവിന്റെ നിറവിൽ പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 37-ാം വാക്യം വായിരൂഞ്ഞ്. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പുസ്തകത്തിൽ പറയുന്ന ആത്മനിറവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ കേട്ടവന്റെ ചങ്കത്ത് എന്ത് കൊള്ളും? കുത്തുകൊണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് 1.5 മണിക്കൂറായി കൊണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അതാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ കത്ത് കയറും, കുത്തുകൊള്ളും. മനസ്സിലായോ? കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചു. ഒന്നുകിൽ ഇങ്ങനെ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളിയിൽ പോകും. അങ്ങനെ വല്ലതാണോ? ഇന്നങ്ങനെ. ഇന്ന് ദൈവദാസന്മാർക്ക് സഭയിൽ എന്ത് പറയാൻ വയ്യ? കുത്തുകൊള്ളുന്ന ഉപദേശം പറയാൻ വയ്യ. ഉപദേശം പറഞ്ഞാൽ കമ്മിറ്റി കൂടും, കത്ത് കൊടുക്കും, ഇവനെ സ്ഥലം മാറ്റണം എന്ന് പറയും, കൊങ്ങാക്കി പിടിക്കും, പൂട്ടാൻ പേടിക്കാൻ നടക്കും. കാരണം എന്താ? ഇപ്പൊ സഭ ഭരിക്കുന്ന ആരാ? എന്നാ നിങ്ങൾക്ക് പേടി? സഭ ഭരിക്കുന്ന ആരാ? ഇപ്പം കൊണപ്പെടാത്ത കുറെ യവന്മാർ കമ്മിറ്റി എന്നും പറഞ്ഞ് കയറിയിരിപ്പുണ്ട്. യവന്മാരാ സഭ ഭരിക്കുന്നത്. പാസ്റ്റർ ഏത് ഉടുപ്പിടണമെന്ന് വരെ ഇപ്പൊ ഇവന്മാരാ തീരുമാനിക്കുന്നത്. നീയൊക്കെ മര്യാദയ്ക്ക് ഗുണപ്പെട്ടോണം. വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന സഭ, ഈ പുസ്തകം പഠിപ്പിക്കുന്ന സഭ, കമ്മിറ്റി ഭരിക്കുന്ന സഭയല്ല, മൂപ്പന് കീഴടങ്ങിയിരിക്കുന്ന സഭ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്നാ എഴുത്ത്. ആമേ. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാൻ അറിയാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ ഭരിക്കുമെന്നാ എഴുത്ത്. അപ്പം ശുശ്രൂഷകൻ ഭരിക്കുന്നവനാണ്. ശുശ്രൂഷകനെ ഭരിക്കാൻ ആരും വേണ്ട. ശുശ്രൂഷകൻ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. കമ്മിറ്റി ഭരിക്കാൻ സഭ പുസ്തകത്തിലില്ല. കമ്മിറ്റി വേണ്ടാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കമ്മിറ്റി വേണം. വേണ്ടുന്ന കാര്യത്തിലും കാര്യങ്ങൾ ഇടപെടാനൊക്കെ വരുന്നോട്ടെ. ഭരണം എടുക്കണ്ട. ശുശ്രൂഷകന് കീഴടങ്ങി. അതിനൊക്കെ TPMകാരെ കണ്ടുപഠിക്കണമെന്ന് ഞാൻ പറയും. നല്ലത് ആര് പറഞ്ഞാലും അംഗീകരിക്കണമല്ലോ. അതിനൊക്കെ അവരെ കണ്ടുപഠിക്കണം. ഡോക്ടറാട്ടെ, എഞ്ചിനീയർ ആട്ടെ, ജഡ്ജി ആട്ടെ, വക്കീലാട്ടെ, അവിടെ ചെന്നാൽ ശുശ്രൂഷകന് കീഴടങ്ങി പായെ കുത്തിയിരിക്കും. അല്ലേ? ഐ ആം ഡോക്ടർ. ഡോക്ടറാണ് വല്ല ക്ലിനിക്കിലും പോയിട്ടോ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? അണ്ട് എന്നാളൊരു അച്ചായൻ IPC സഭയിൽ നിന്ന് കമ്മിറ്റി ആയിട്ട് ഇറങ്ങിയിട്ട് വിളി പറഞ്ഞു, IPC ആയിട്ടുള്ള ബന്ധം ഞാൻ വിട്ടെന്ന് പറഞ്ഞു. നേരെ പോയി എന്ത് ചെയ്തു? TPM കയറി. ഇവിടെ ആള് അണ്ണം കളിക്കാൻ ശ്രമിച്ചാ. അവിടുത്തെ ഭാഷ ഇവിടെ ആരും അണ്ണന്മാർ കളിക്കൊന്നും വേണ്ട, ഇവിടെ ചെരുപ്പ് കുത്തിക്കും, അംബാനിക്കും എല്ലാം ഒരു റോളേ ഉള്ളൂ, ഇവിടെ മുഖപക്ഷമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അണ്ണൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ അണ്ണം കളിക്കാൻ വന്ന IPCയിൽ പുള്ളി ചാടി TPM ചെന്ന് ആദ്യത്തെ ആഴ്ച തന്നെ ആരാന് കഴിഞ്ഞ മൂപ്പന് 1 ലക്ഷം രൂപ കൊണ്ടങ്ങ് കൊടുത്തു. 1 ലക്ഷം രൂപ കൊണ്ടൊന്നും കൊടുത്തു. സഭയുടെ പ്രവർത്തനങ്ങൾക്കായിട്ടും കൊടുത്തു. പുള്ളി വിചാരിച്ചു അടുത്ത ആഴ്ച പുള്ളിയുടെ പേരെന്ത് ചെയ്യും? അവരവരെ നോട്ടീസിൽ പോലും പേര് വെക്കാത്ത ടീമുകളാണ്. അവർ പേര് പറയൊന്നും പറഞ്ഞ് പുള്ളി എന്ത് ചെയ്യുക? കാത്തിരിക്കുക. പിറ്റേ ആഴ്ച ഇങ്ങനെ നോക്കിയിരുന്നു. അവരാരും അതിനെക്കുറിച്ച് മിണ്ടിയ പോലും ഇല്ല. പുള്ളി വിചാരിച്ച് മറന്നുപോയായിരിക്കുന്നു. പിറ്റത്തെ ആഴ്ച പുള്ളി ഇങ്ങനെ നോക്കിയിരുന്നു, സാക്ഷ്യം വരെ പറഞ്ഞില്ല, പറയുന്ന രംഗം കണ്ടില്ല. പുള്ളി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കൃപയാൽ എളിയവനും സാധുവുമായ അടിയൻ്റെ കൈകൊണ്ട് 1 ലക്ഷം രൂപ കൊടുക്കാൻ ദൈവം എന്ത് ചെയ്തു? എളിയവൻ. അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഇത് കൊടുത്തത് 10 പേര് അറിയാനാ ഈ എളിയവൻ കളിക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. കൊടുത്തു എന്ന് പറഞ്ഞു. യോഗം തീർന്നപ്പോൾ മൂപ്പൻ അടുത്ത് വിളിച്ചിട്ട് ഇനി വരാൻ പറഞ്ഞു. വിളിച്ചു. 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. അപ്പം ചില കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ടതുണ്ട്, പറയാം. അതുകൊണ്ട് സഭ ഭരിക്കുന്നത് കമ്മിറ്റിയല്ല, ശുശ്രൂഷകന് കീഴടങ്ങിയിരുന്നോണം. മനസ്സിലാകുന്നുണ്ടോ? അവിടെ കുത്തുകൊണ്ടവർ കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചൊന്നല്ല, പ്രസംഗിച്ചവന്റെ കൊങ്ങാക്കി പിടിച്ചൊന്നല്ല. പിന്നെന്താ? അവർ കുത്തുകൊണ്ടവരെന്ത് ചെയ്തു? അവർ നിലവിളിച്ചുകൊണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പൊ പോപ്പ് വിളിച്ചു പറഞ്ഞ എന്താ? പെന്തിക്കോസുകാരുടെ പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടെ. പോപ്പ് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞു. അല്ലേ? പക്ഷെ അങ്ങനെ അല്ലല്ലോ പറയേണ്ടിയത്.
നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അടുക്ക് വന്ന് കുംഭസരിപ്പീൻ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പാപമോചനം വേണോ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. അതാ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോപ്പിനെ അനുസരിക്കുന്ന ഒരു കൂട്ടരുണ്ടേ നമ്മളാ. പിടികിട്ടിയോ? നമ്മൾ പോപ്പ് പറഞ്ഞതിനെ വിട്ടൊന്നും ചെയ്യൂല. പോപ്പ് പഠിപ്പിച്ചതേ നമ്മൾ ചെയ്യുള്ളൂ. പോപ്പ് പറഞ്ഞു മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു, പാപമോചനത്തിനായി. ആമേൻ. അടുത്ത വാചകം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ ആമേൻ അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി, പുസ്തകം അടച്ചേരെ. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് കർത്താവ് കൽപ്പിച്ച സഭ. പത്രോസിന്റെ പ്രസംഗത്തിലൂടെ സ്ഥാപിതമായ സഭ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, സ്നാനപ്പെട്ടവരുടെ കൂട്ടം, ആത്മനിറ പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടമാണ് സഭ. ആ സഭയെ ചേർക്കുവാനാണ് യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. ആ സഭയ്ക്കാണ് വാക്കിനാലും ലേഖനത്താലും നൽകപ്പെട്ട പ്രമാണം എഴുതിയിരിക്കുന്നത്. ആ പ്രമാണമാണ് ദൈവസഭയ്ക്ക് അഥവാ വിളിക്കപ്പെട്ടവർക്ക് എഴുതിയ ലേഖനങ്ങൾ. ആ ലേഖനത്തിലാണ് മര്യാദയ്ക്ക് ജീവിക്കടാന്നുള്ള ഉപദേശം. പിടികിട്ടിയോ? സ്നാനപ്പെട്ടതിനെ എല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ട് പോകാനാ യേശു വരുന്നതെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, അടുത്തത് ഒറ്റ പുസ്തകം മതിയായിരുന്നു. ഏത്? വെളിപ്പാട്. കാരണം എന്താ? രക്ഷിക്കപ്പെടാൻ സുവിശേഷം, സ്നാനപ്പെടാൻ അപ്പോസ്തല പ്രവൃത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനകത്തുണ്ട്. ഇനി കർത്താവ് വരും പോകും. പിന്നെന്തിനാ ലേഖനം? ലേഖനം മുഴുവൻ സംസാരിക്കുന്ന അകത്ത് വന്നവനോടാ. അകത്ത് വന്നവനോട് എന്താ പറയുന്നത്? ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പകാപിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളോട് പിന്നെയും പറയുന്നു. ആരായി നിങ്ങൾ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറ പ്രാപിച്ച് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ച് 3ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചെന്ന് പറയുന്ന ടീമാ വിശുദ്ധന്മാര്. അവരോട് പറയാ ജഡത്തിന്റെ പ്രവർത്തികളോ. പോയി വല്ല ഗുണപ്പെടാത്ത ശങ്കരനോടോ മാധവനോടോ പറയടോ എന്ന് പറഞ്ഞ് ആരെങ്കിലും പൗലോസിന്റെ കൊങ്ങാക്കി പിടിച്ചോ? ഇല്ല. രക്ഷിക്കപ്പെട്ട അകത്ത് വന്നവനോടാ പറയുന്നത്, ജഡത്തെ മരിപ്പിക്കണം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അല്ലാതെ മുങ്ങിപ്പൊങ്ങിയ ലേവലിൽ കൊണ്ടുപോകുകയല്ല. അകത്തു വന്നവൻ ആമേൻ ആത്മാവിനെ അനുസരിക്കണം. ആമേൻ 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഗലാത്യർ 5:16 പറയുകയാണ്, ആത്മാവിന്റെ അഭിലാഷം ജഡാഭിലാഷത്തോട് വിരോധമായിരിക്കുന്നു. ശരീരത്തിന്റെ ആഗ്രഹം ആത്മാവിന്റെ ആഗ്രഹവുമായി എതിരായിരിക്കുന്നു. ശരീരം ആഗ്രഹിക്കുന്ന എല്ലാം കൊടുത്തുകൊണ്ടിരുന്നാൽ ആത്മാവിന് വിരോധമായിരിക്കുന്നു. ശരീരം പറയും അവിടെ തുളക്കടി, ഇവിടെ തുളക്കടി, ഇവിടെ വടിക്കടി, ഇവിടെ വരക്കടി, ഇവിടെ പെയിന്റ് അടിക്കടി, എല്ലാം ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇതെല്ലാം നീ കൊടുത്തുകൊണ്ടിരുന്നാൽ ആത്മാവിന്റെ അഭിലാഷത്തിന് വിരോധമായിരിക്കുന്നു. നീ ജഡത്തെ മരിപ്പിക്കണം, ആത്മാവിനെ കീഴ്പ്പെടണം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകട്ടെ, വിഷയമില്ല, ഞങ്ങളുടെ അകത്തുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ പെന്തിക്കോസുകാർ മനസാക്ഷി തൊട്ട് പറ, ഇത് നേരെ തിരിച്ചിട്ടിരിക്കുമല്ലേ നമ്മള്? പൗലോസ് പറഞ്ഞു ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്ന, അകത്തുള്ളത് ബലപ്പെടും. നമ്മളോ? പുറമേ ഉള്ളത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു, അകത്തുള്ളത് പട്ടിണി കിടന്ന് ഉണങ്ങുക. തിരിഞ്ഞു വാ. പുറമേ ഉള്ളത് ക്ഷയിച്ചു പോകട്ടെ, അകത്തുള്ളതിനെ ബലപ്പെടുത്തി നിർത്ത്. കർത്താവ് വരാറായി. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. കർത്താവ് വരാറായി. ഈ ലോകത്തിന് അനുരൂപരാകരുത്. കർത്താവ് വരാറായി. ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്ക്. കർത്താവ് വരാറായി. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. കർത്താവ് വരാറായി. ഇതൊക്കെ പ്രമാണങ്ങൾ, ഇതൊക്കെ മണിക്കൂറുകൾ നിന്ന് പഠിപ്പിക്കേണ്ടതാ. കഴിഞ്ഞ ദിവസം ഇന്നലെ മെനഞ്ഞാന്നുമൊക്കെയായി തിരുവനന്തപുരത്ത് തിരുമല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ പകല് ബൈബിൾ ക്ലാസ് വെച്ച് വേർപാടെന്ന് പറഞ്ഞ സബ്ജക്റ്റ് വെച്ച് അങ്ങോട്ട് അക്കമിട്ട് പഠിപ്പിച്ചു.
അവരെ വന്ന് പറഞ്ഞത് ആമേൻ പക്ഷേ അറിഞ്ഞില്ലല്ലോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പഠിപ്പിക്കേണ്ടതല്ലേ നമ്മുടെ ആളുകൾ, എന്താ പഠിപ്പിക്കാത്തതെന്ന്. ഒരു പ്രഭാതത്തിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പം കുറെ അമ്മച്ചിമാർക്ക് ഉച്ചഭ്രാന്ത് കയറി കമ്മലുമാലയും പൊട്ടിച്ചെറിഞ്ഞതല്ല വേർപാട്, പുസ്തകത്തിന്റെ പ്രമാണം അത് പഠിക്കണം. ഇതൊന്നും പറഞ്ഞാൽ ആർക്കുമായിട്ട് ദഹിക്കില്ല. ആമേൻ. അന്ന് വില കൊടുത്തവരോടൊക്കെ കർത്താവ് നാളെ സോറി പറയുമായിരിക്കും അല്ലേ? കാത്തിരുന്നോ? അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ആമേൻ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. കാഹളം ധ്വനിക്കാറായി. ആമേൻ. പത്യോപദേശ പ്രമാണങ്ങളിൽ നിലനിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ, കൈവിടപ്പെടാതിരിപ്പാൻ, നിത്യതയിൽ കർത്താവിനോടുകൂടെ ആമേൻ മഹത്വത്തിൽ പ്രവേശിപ്പാൻ, പഥ്യവചനമനുസരിച്ച്, വിശുദ്ധി അനുസരിച്ച്, വേർപാടിന്റെ ഉപദേശം അനുസരിച്ച് പിതാക്കന്മാരുടെ അതിർ നീക്കാതെ അവർ പഠിപ്പിച്ച പഥ്യോപദേശ പ്രമാണങ്ങൾ നിലനിന്നുകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തിരുവചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ.